دعوانا الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സറിയുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലവും വരാൻ പോകുന്ന കാര്യങ്ങളുമെല്ലാം നിശ്ചയിക്കുകയും വിധിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരാഘോഷത്തിൻ്റെ യഥാർത്ഥമായ മനസ്സാക്ഷിക്കുത്തില്ലാത്ത സന്തോഷം അനുഭവിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് എനിക്ക് ഇന്ന് സംസാരിക്കുവാൻ അള്ളാഹു അനുഗ്രഹം നൽകിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും നിറഞ്ഞ ഒട്ടനവധി സദസ്സുകളിൽ കുടുംബത്തോടൊപ്പം വിലപ്പെട്ട ഒഴിവു ദിനങ്ങളും മണിക്കൂറുകളും ചിലവാക്കിയവരാണ് സംസാരിക്കുന്ന ഞാനും ശബ്ദം കേൾക്കുന്ന നിങ്ങളും. പക്ഷേ ആഘോഷത്തിമർപ്പുകൾക്ക് ശേഷം തിരിച്ചു പോരുമ്പോൾ വല്ലാത്തൊരു മനോവേദന. വാഹനത്തിനടിച്ച പെട്രോൾ നഷ്ടത്തിലായോ? വിലപ്പെട്ട ഒരു ഒഴിവു ദിനം എനിക്ക് നഷ്ടപ്പെട്ടു പോയോ? എന്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ചിലതെല്ലാം ഞാൻ ചെയ്തു പോയോ എന്ന ഒട്ടനവധി നഷ്ടബോധങ്ങളുടെയും കുറ്റബോധങ്ങളുടെയും മനസ്സുമായാണ് നാം തിരിച്ചു പോകാറുള്ളത്. എന്നാൽ ഒരു മഹത്തായ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ പള്ളിയുടെ പശ്ചാത്തലത്തിൽ ഹൃദയങ്ങൾക്ക് നനവും കുളിരും പകരുന്ന വിശുദ്ധ ഖുർആനിന്റെ സമാധാന വാക്യങ്ങളെ ഹൃദയത്തിലേക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി തരുന്ന ഇത്തരമൊരു സന്ദർഭത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വന്നതിനേക്കാളും ആത്മനിർവൃതിയോടെ, വന്നതിനേക്കാളും സന്തോഷത്തോടെ തിരിച്ചു പോകാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മനസ്സാക്ഷിക്കുത്തില്ലാത്ത, മനോവേദനയില്ലാത്ത, നഷ്ടബോധമില്ലാത്ത
ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ഒരു സമയത്തിലാണ് ഈ ഇരുട്ടത്തും നല്ല തെളിഞ്ഞു നിൽക്കുന്ന വെളിച്ചങ്ങൾക്ക് മുന്നിൽ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഈ സന്തോഷം അനന്തവും അനശ്വരവുമായ ഒരു സന്തോഷത്തെ തേടിയുള്ള ഒരുക്കങ്ങളുടെ ഭാഗമാണ്. ആ പ്രവിശാലമായ ഈ പ്രപഞ്ചത്തെക്കാളും വിശാലമായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുന്ന, സംതൃപ്തിക്ക് ഭംഗം വരുത്തുന്ന ഒന്നും കണ്ടെത്താനാവാത്ത ആ വിശുദ്ധ സ്വർഗത്തിലും അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സഹോദരങ്ങളെ, ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിഷ്കളങ്കതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിഷ്കളങ്കത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് നിങ്ങളുടെ കൊച്ചുമക്കളെയാണ്. എനിക്കോർമ്മ വരുന്നത് എൻ്റെ കൊച്ചുമോളെ തന്നെയാണ്. ഞാൻ നിഷ്കളങ്കതയ്ക്ക് ഉദാഹരണം നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പറയാനൊരു കാരണമുണ്ട്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച മധുരമുള്ള മിഠായി അയൽപക്കത്തെ കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് ഫ്രിഡ്ജ് തുറന്ന് എടുത്തു കൊടുക്കാൻ ഉമ്മയോട് സമ്മതം ചോദിക്കാറില്ല ആ നിഷ്കളങ്കനായ കുഞ്ഞ്. എന്തുകൊണ്ടെന്നാൽ അതെവിടെ നിന്ന് വന്നു, അത് നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചുള്ള ഒരു വേദന, ഇതൊന്നും ആ കുട്ടിയെ അലട്ടുന്നേയില്ല. ആ ഒരു മിഠായി, മനോഹരമായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞൊരു മിഠായി അയൽപക്കത്തെ സുഹൃത്തിന്റെ കൈകളിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന നിഷ്കളങ്കമായ പുഞ്ചിരിക്കപ്പുറം ആ കുട്ടിയുടെ മനസ്സിൽ മറ്റൊന്നുമില്ല. തോളിൽ കൈയിട്ടുകൊണ്ട് വാപ്പയെന്നും ഉമ്മയെന്നും വിളിച്ചടുത്തേക്ക് വരുന്ന ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിൽ ഒരു ശാരീരികമായ, ലൈംഗികമായ ഒരു വൈകാരികതകളല്ലല്ലോ ആ ചുംബനത്തിനും ആ കെട്ടിപ്പിടുത്തത്തിനും പിന്നിലുള്ളത്. ആളുകളെ കാണിക്കുവാനും സ്നേഹമുണ്ടെന്ന് നടിക്കുവാനുമുള്ള ഒരു സ്റ്റേജിൽ വെച്ചിട്ടുള്ള ആലിംഗനവുമല്ല അത്. നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ ആത്മാർത്ഥമായ പ്രകടനമാണത്. അതുമാത്രമല്ല സുഹൃത്തുക്കളെ, വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഓടി വന്ന് ചെരുപ്പുകൾ മുന്നിൽ കൊണ്ടുവന്ന് വാപ്പ എന്ന് വിളിച്ച് ശരിയാക്കി വെക്കുമ്പോൾ എന്തെങ്കിലും പോക്കറ്റിൽ നിന്നൊരു ചെറിയ നാണയം മിഠായി വാങ്ങാൻ കൊടുക്കാനല്ല, ഒരു പിതാവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ സന്തോഷകരമായ പ്രകടനങ്ങളാണ് നമ്മൾ ആ കാണുന്നത്. ആ നിഷ്കളങ്കനാകാൻ ആ കുട്ടിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞു? ഈ ചോദ്യത്തിന് ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ ഭൗതിക ജീവിതത്തിൽ അടക്കിപ്പിടിച്ച് ഒരുമിച്ച് കൂട്ടാനുള്ള ഒരാർത്തി ആ പിഞ്ചു മനസ്സിൽ കടന്നു വന്നിട്ടില്ല. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ എന്ന വേദനകളും അറിയാൻ ആ കുട്ടിയുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് കുട്ടി മിഠായി എടുത്ത് കൊടുക്കുമ്പോഴും ഇതൊക്കെ കൊടുത്തു തീർക്കുകയാണോ, നിങ്ങൾക്ക് വേണ്ടി തന്നെ അല്ലേ അവിടെ സൂക്ഷിച്ചു വെച്ചത് എന്ന് ഉമ്മ ചോദിക്കുമ്പോഴും അവൻ കണ്ണുമിടിച്ച് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നത് അവന് മനസ്സിലാകുന്നില്ല. ഈ മിഠായി അയൽപക്കത്തെ കുഞ്ഞിന് കൊടുക്കുന്നതിൽ ഉമ്മക്ക് എന്തേ എന്നത് അവന് മനസ്സിലാകുന്നില്ല. സുഹൃത്തുക്കളെ, ആ നിഷ്കളങ്കമായ മനസ്സുണ്ടല്ലോ, അതുപോലെ നിഷ്കളങ്കമാകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അതെങ്ങനെയെന്നാണ് മനസ്സിലാകേണ്ടത്. അങ്ങനത്തെ ഒരു നിഷ്കളങ്കത കല്യാണം കഴിച്ചു കൊണ്ടുവന്ന എന്റെ ഭാര്യയോട് എന്റെ ഉമ്മയ്ക്ക് തോന്നുന്നുവെങ്കിൽ, എന്റെ ഉമ്മയെക്കുറിച്ച് ജീവിതത്തിൽ ഒരിക്കൽ പോലും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് എന്റെ ഉമ്മ ഒരു പരാമർശ വിഷയമാകുമായിരുന്നില്ല. നിഷ്കളങ്കമായി കാണാൻ, നിഷ്കളങ്കമായി ഇടപെടാൻ എന്റെ ഭാര്യയ്ക്ക് പറ്റുമായിരുന്നെങ്കിൽ, ഒരു ചെറിയ അവളുടെ ഒരു ആവശ്യം സമയത്ത് നിർവഹിക്കാത്തതിന്റെ പേരിൽ 3 ദിവസം അവൾ പിണങ്ങി മുഖത്തേക്ക് നോക്കാതെ മുഖവും വീർപ്പിച്ച് നടക്കുമായിരുന്നില്ല. ഒരല്പസമയം പരുഷമായി സംസാരിച്ചപ്പോൾ അതിനോട് സ്നേഹത്തോടുകൂടെ പ്രതികരിക്കാൻ കഴിയാതെ കോപാകുലനായത് ആ നിഷ്കളങ്കമായ മനസ്സിന്റെ അഭാവമാണ്. സുഹൃത്തുക്കളെ, അതെങ്ങനെ ഉണ്ടാകും? ആ കുട്ടിയെക്കാളും നിഷ്കളങ്കരാകാൻ ഒരു പക്ഷെ നമുക്ക് പറ്റും. ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും പ്രഭാഷണങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആ നിഷ്കളങ്കതയെ ഒരു പരിധിവരെ നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, അത് അചഞ്ചലമായ ഒരു വിശ്വാസം കൊണ്ട് നേടുന്നതാണ് ആ നിഷ്കളങ്കത. നിങ്ങൾ സംശയിക്കണ്ട. അതായത്
ഈ ലോകത്തെ അനുഭവങ്ങൾക്കും വിഭവങ്ങൾക്കും സുഖസന്തോഷങ്ങൾക്കും അപ്പുറത്ത് ചില ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാവുക, ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ മനസ്സിലുണ്ടാവുക. അതാണ് സുഹൃത്തുക്കളെ ഇനിയും നമുക്ക് വരാനിരിക്കുന്ന മറ്റൊരു ജനനം. ഒരു ജനനം നാം ജനിച്ചു, ഇനി ഒരു ജനനം കൂടെ എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഏതാണ് സുഹൃത്തുക്കളെ ഒരു ജനനം നമ്മൾ ജനിച്ചത്? മാതാവിന്റെ ഗർഭപാത്രത്തിൽ ആത്മാവ് വന്നപ്പോൾ, ജീവൻ വന്നപ്പോൾ, ജീവൻ വരുന്ന ആ സെക്കൻഡിന് തൊട്ടു മുമ്പുള്ള സെക്കൻഡ് നാം മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡി പോലെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ജീവനില്ലാതെ കിടന്നു. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മനുഷ്യൻ പറയുമത്രേ, റബ്ബനാ അമത്തനസ്നതൈൻ വഅഹ്യൈതനസ്നതൈൻ, ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങളെ 2 പ്രാവശ്യം ജീവിപ്പിച്ചുവല്ലോ, 2 പ്രാവശ്യം നീ ഞങ്ങളെ മരിപ്പിച്ചുവല്ലോ. ഏതാ 2 മരണം? ഒന്ന്, ഗർഭപാത്രത്തിൽ ജീവൻ വരുന്നതിന് മുമ്പ് നാം മരിച്ചു. സുഹൃത്തുക്കളെ, ഒരു മരണം അനുഭവിച്ചവനാണ് ഞാനും നിങ്ങൾ. അതിനുശേഷം നമ്മൾ വീണ്ടും ജനിച്ചു. ഇനി നമ്മൾ ഒന്ന് മരിക്കും, നമ്മുടെ കുഴിമാടങ്ങളിലേക്ക് ഇറക്കി വെക്കും, വീണ്ടും ഒന്നുകൂടെ ജനിക്കും. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാ കഅന്നഹും ഇലാ നുസ്ബിൻ യുഫിളൂൻ. ആദ്യ ജനന സമയത്ത് ഒരു നൂല് പോലും ഇല്ലാതെ വന്നില്ല. അതുപോലെ സുഹൃത്തുക്കളെ, ഒന്നുമില്ലാതെ ആണും പെണ്ണും എല്ലാവരും കുഴിമാടങ്ങളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന് പുറത്തേക്ക് വരും. എങ്ങനെ? കഅന്നഹും ഇലാ നുസ്ബിൻ യുഫിളൂൻ. നാട്ടിവെക്കപ്പെട്ട ഒരു നാട്ടയിലേക്ക് എല്ലാവരും ഒന്നിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ ഓടുന്നൊരു നാള്. കഅന്നഹും ജറാദും മുൻതശിർ, വെട്ടുകിളികളെ പോലെ കോടിക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ഭൂമിയിൽ വരുന്ന ഒരു നാള്. യൗമഇദി യസ്തുറുന്നാസു അഷ്താതൻ ലിയുറൗ അഅ്മാലഹും, കർമ്മഫലങ്ങളെ കാണാൻ സംഘങ്ങളായിക്കൊണ്ട് ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു നാള് നമുക്ക് വരാനുണ്ട്. സുഹൃത്തുക്കളെ, അത് മനസ്സിൽ കിടക്കുമ്പോൾ നമ്മൾ നിഷ്കളങ്കരാകും. ഇന്നലെ നോക്കി വെച്ചതാണ് മുറ്റത്തെ പേരക്ക മരത്തിൽ പഴുത്തു തുടങ്ങുന്ന ഒരു പേരക്ക. പിറ്റേന്നു രാവിലെ അതുണ്ടാകുമെന്ന് ഉറപ്പ്, നല്ലവണ്ണം പഴുത്തിട്ടുണ്ടാകുമെന്ന് ഉറപ്പ്. കുഞ്ഞുമോന് പറിച്ചു നൽകാമല്ലോ എന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ അത് ഒരു പക്ഷി കൊത്തി വികൃതമാക്കിയിട്ടുണ്ട്. മനസ്സിലൊന്നും തോന്നിയില്ല. കാരണം പെട്ടെന്ന് മനസ്സിലൊരു ഓർമ്മപ്പെടുത്തൽ. എന്താണ്? നിങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന്, നിങ്ങളുടെ പഴവൃക്ഷങ്ങളിൽ നിന്ന് ഒരു പക്ഷിക്കുഞ്ഞ് കൊത്തിക്കൊണ്ടുപോയാൽ അത് നാളെ ഒരു നിക്ഷേപമായി തിരിച്ചു കിട്ടും. നമ്മുടെ മനസ്സ് നിഷ്കളങ്കമാകുന്ന നിമിഷം അതാണ് സുഹൃത്തുക്കളെ. പരലോകം നമ്മെ നിഷ്കളങ്കമാക്കുന്നു. കൊടുക്കുമ്പോ ഒന്നും തോന്നൂല. 10 സെന്റിന്റെ തലയ്ക്ക് ഒരു 3 സെന്റ് സ്ഥലം ഇതുവരെയും വീട് വെക്കാൻ ഭാഗ്യം ലഭിക്കാത്ത പെങ്ങൾക്ക് മുറിച്ചു നൽകുമ്പോൾ ഒന്നും തോന്നാത്തത് എന്താണെന്നറിയും? നമ്മുടെ മനസ്സ് നിഷ്കളങ്കമായ ഒരു വിശ്വാസം കൊണ്ട്. എന്താ സുഹൃത്തുക്കളെ ആ നിഷ്കളങ്കത? ഏതൊരുത്തൻ ദാനം നൽകിയോ, സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ, തിന്മകളെ സൂക്ഷിച്ച് നന്മകളെ സ്വീകരിച്ച് ധർമ്മനിഷ്ഠയോടുകൂടെ ആര് ജീവിച്ചുവോ, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ, ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് അവനെ എളുപ്പം സൗകര്യപ്പെടുത്തി കൊടുക്കും, എളുപ്പം എത്തിക്കും. സുഹൃത്തുക്കളെ, ഒന്നും നഷ്ടപ്പെടൂല, ഒക്കെ തിരിച്ചു കിട്ടും. കൊടുക്കാൻ എന്താ പേടി? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വരുമ്പോ ഒരു നല്ല കുപ്പായം എല്ലാരും നോക്കി. കാരണം എത്ര മനോഹരമായ ഒരു കുപ്പായമാണ് പ്രവാചകൻ ധരിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എല്ലാവരും നോക്കി. ആ പ്രവാചകന്റെ ദേഹത്ത് ആ വസ്ത്രത്തിന്റെ ചേർച്ച അനുഭൂതികളോടെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, നബിയെ, ആ വസ്ത്രം എനിക്ക്. സുഹൃത്തുക്കളെ, നിന്ന നിലയിൽ പ്രവാചകൻ ആ ഷർട്ട് ഊരി കൊടുക്കുകയാണ്. പ്രവാചകൻ ഒരു വിഷമം ഉണ്ടായിരുന്നു. ചോദിച്ചതിൽ ഒരു ചെറിയ ഭാവവ്യത്യാസം പോലും ആ പരിശുദ്ധമായ മുഖങ്ങളിൽ ദൃശ്യമായില്ല. പക്ഷേ സദസ്യരുടെ മുഴുവൻ മുഖത്തും ഒരു വിഷമം. അത് ചോദിക്കേണ്ടിയിരുന്നില്ല, നീ അത് ചോദിച്ചുവല്ലോ എന്നൊരു കുറ്റപ്പെടുത്തി ആ ചോദിച്ചവനോട്. അയാൾ പറഞ്ഞു, എനിക്കിത് ധരിച്ചിങ്ങനെ നല്ല കുപ്പായിട്ട് നടക്കാനല്ല, എന്നെ മരിച്ച് മറവ് ചെയ്യുമ്പോൾ എനിക്ക് അവസാനത്തെ തുണിയാകാൻ, കഫം പുടവയാകാൻ, അതിനുവേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. സുഹൃത്തുക്കളെ, ഒന്നുമില്ല. ചോദിക്കുന്ന കാര്യം അങ്ങനെ കൊടുക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാച്ചാലും ഒരിക്കലും അതിലൊരു വിഷമം ഉണ്ടാവൂല. എന്നാൽ സുഹൃത്തുക്കളെ, എല്ലാ ബന്ധങ്ങളും തകരാറാകുന്നതിൽ ഈ
കണ്ടൊരു രംഗം എനിക്ക് മറക്കാനാവാത്ത രംഗമാണ്. ഒരു ഇടവഴിയിലൂടെയാണ് എൻ്റെ വാഹനത്തിന് പോകാനുള്ളത്. ആ പോകുന്ന സ്ഥലത്ത് എന്തോ ചില മാറ്റങ്ങൾ സംഭവിച്ച പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാനൊന്നും ചോദിച്ചില്ല. തിരിച്ചു പോരുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു ആ മതിൽ, അത് നോക്കി വെക്കൂ, ഞാൻ പറഞ്ഞു തരാമെന്നാണ്. അപ്പൊ ഞാൻ ആ മതിൽ നോക്കി വെച്ച് തിരിച്ച് കുറച്ചിങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട്, എൻ്റെ ഭാര്യ എനിക്ക് പറഞ്ഞു തന്നു, ഈ മതിൽ പുതിയതായി വന്നതാണ്. അത് ആ മതില് അവരുടെ സ്ഥലത്തിനും പുറത്താണ് ആ മതിൽ നിൽക്കുന്നത്. ഓ ശരി. എന്നിട്ട് രണ്ടാമത് തൊട്ടപ്പുറത്തൊരുത്തന്റെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പൊ മതില് കെട്ടുന്നവരോട് വീട് പണിക്കാരായ അയൽവാസി വന്ന് പറഞ്ഞു, ഒരു ചെറിയ സഹായം ചെയ്യണം. വീട് പണിക്കുള്ള കുറച്ച് സാധനങ്ങൾ 3 ദിവസം കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കടത്തി വിടാം. അതിന് ലോറി കടന്നു പോകാൻ നിങ്ങൾ മതില് കെട്ടിയാൽ ലോറിയെ തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സഹകരിക്കണം. അപ്പോൾ അയാൾക്ക് ആവേശമായി മതിൽ പെട്ടെന്ന് കെട്ടാൻ അയാൾ മതിൽ പെട്ടെന്ന് കെട്ടി എന്ന് മാത്രമല്ല, അവിടെ ഇനി ഒരു 10-50 കൊല്ലം ആ മനസ്സുണ്ടല്ലോ സുഹൃത്തുക്കളെ, ആ കറുത്ത മനസ്സിന്റെ പ്രതീകം അവിടെ ഒരു സ്മാരകമായി നിലനിൽക്കുന്നു. എന്താ അറിയോ, ലോറിക്ക് തിരിയാൻ വേണ്ടിയിട്ട് തൊട്ടിപ്പുറത്ത് ആളെടുത്തുന്ന ഒരു മൂല ലക്ഷക്കണക്കിന് രൂപ വില കൊടുത്ത് അയാൾ വാങ്ങിയിരിക്കണം. അയാളെ വീടിനോട് ചേർക്കാൻ പറ്റൂല, അയാൾക്ക് ലോറി കൊണ്ടുപോകാനേ പറ്റൂല. വാങ്ങിയവന്റെ മനസ്സെന്താ അറിയോ, വീട് പണി ഈ ആഴ്ച കഴിയും, പക്ഷേ ഇനി വരുന്നവരെല്ലാം വാഹനം തിരിക്കുമ്പോൾ ഒരു നന്മയായി എനിക്ക് രേഖപ്പെടുത്തപ്പെടും. പക്ഷേ എന്നും വിട്ടുവീഴ്ചയില്ലാത്ത കറുത്ത മനസ്സിന്റെ സ്മാരകമായി ഈ മതിലുകൾ എന്നും ഇവിടെ നിലനിൽക്കും. സുഹൃത്തുക്കളെ, ഒരു മനസ്സ് എവിടെ നിന്ന് കിട്ടും? അത് കിട്ടാൻ വിശ്വാസത്തിന് മാത്രമേ പറ്റുള്ളൂ. 1 ഇഞ്ച് പിടിച്ചെടുത്താൽ 7 ഭൂമികളായി കഴുത്തിൽ ചാർത്തും. 1 ഇഞ്ച് ഭൂമി വിട്ടുകൊടുത്താലോ സുഹൃത്തുക്കളെ, നന്മയുടെ കൂമ്പാരങ്ങളായി പർവ്വതങ്ങളായി വളർന്ന് സ്വർഗത്തിൽ അത്ഭുതകരമായ നിക്ഷേപമായി വളർന്നു വരും. സുഹൃത്തുക്കളെ, ഇത് ആർക്കേ മനസ്സിലാവുള്ളൂ? മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതം ബോധ്യപ്പെടുമ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. സുഹൃത്തുക്കളെ, അത് വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല. ഇന്നലെ എൻ്റെ സുഹൃത്ത് സിറാജ് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രയാസമില്ല സുഹൃത്തുക്കളെ, ലളിതമാണ് യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷമുള്ള ജീവൻ. ആർക്കും മനസ്സിലാക്കാൻ പ്രയാസം. ഉണങ്ങിയ ഒരു തേങ്ങ എടുത്തിട്ട് ഇന്ന് രാത്രി പോയിട്ട് സുഹൃത്തുക്കളെ, മുറ്റത്തുള്ള കിണറ്റിലെ വെള്ളത്തിലോ തൊട്ടടുത്തുള്ള ചെറിയ ഒരു തടാകത്തിലോ അല്ലെങ്കിൽ ബക്കറ്റിലെ വെള്ളത്തിലോ കൊണ്ടുപോയിട്ടാൽ ആ നല്ല ശക്തമായ ബലിഷ്ഠമായിട്ടുള്ള അതിന്റെ ചകിരികൾ വിണ്ടിങ്ങനെ വരുന്ന കാണാൻ പറ്റും. വിണ്ട് വരുന്ന ഭാഗം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആ വിണ്ട് വരുന്ന ഭാഗത്തുകൂടെ സുഹൃത്തുക്കളെ ഒരു മുള പുറത്തേക്ക് വരും. ആ മുളക്ക് പിളരാൻ, ആ മുളക്ക് പുറത്തു വരാൻ സുഹൃത്തുക്കളെ ആരാണ് ആ ബലിഷ്ഠമായ ഉണങ്ങിയ തേങ്ങയുടെ ചകിരികളെ പിളർത്തിയത്? അവൻ പിളർത്തും, അവൻ കബറുകളെ പിളർത്തും, എന്നെയും നിങ്ങളെയും തിരിച്ചു കൊണ്ടുവരും. അതിനുശേഷം സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ചില രംഗങ്ങൾക്ക് ഞാനും നിങ്ങളും സാക്ഷികളാകേണ്ടി വരും. അത് ബോധ്യമുള്ളവനെ എന്ത് ചെയ്യുമ്പോഴും 100 വട്ടം ആലോചിക്കണം. അവന്റെ ഭാര്യയോടൊരു വാക്കു പറയാൻ, ഭർത്താവിനോടൊരു വാക്കു പറയാൻ, മക്കളോട് ഒരു വാക്കു പറയാൻ, അയൽവാസിയിലേക്ക് ഒരു നോട്ടം നോക്കാൻ ഒരു 100 വട്ടം ആലോചിച്ച് ചിന്തിച്ചു വേണം അവനത് ചെയ്യാൻ. വസ്സമാഇ വത്താരിഖ് വമാ അദ്റാക മത്താരിഖ് അന്നജ്മുസ് സാഖിബ് ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൽ. വസ്സമാഇ വത്താരിഖ്, ആകാശം തന്നെയാണ് സത്യം. ആകാശത്തിൽ നല്ല ഈ കൂരിരുട്ടാർന്ന രാത്രിയിൽ അനേകായിരം കാതങ്ങൾക്കപ്പുറത്തു നിന്ന് വെളിച്ചത്തോടുകൂടെ തിളങ്ങി നിൽക്കുന്ന രാത്രിയിൽ വരുന്ന നക്ഷത്രം തന്നെയാണ് സത്യം. സുഹൃത്തുക്കളെ, നക്ഷത്രത്തെ കുറിച്ച് ചിന്തിച്ചോ നിങ്ങൾ? 1000കണക്കിന് പ്രകാശവർഷം അകലെ അമേരിക്കയിൽ കത്തുന്ന ഒരു ദീപം ഇവിടുന്ന് ബാലുശ്ശേരിന്ന് കാണുന്നു എന്ന് പറഞ്ഞാൽ ആ മലയിലും വനത്തിലും കയറി നോക്കാൻ എത്ര ആളുകൾ ഉണ്ടാവും സുഹൃത്തുക്കളെ? അമേരിക്കയിലല്ല, അനേക ഗോളങ്ങൾക്കും ഗ്രഹങ്ങൾക്കും അപ്പുറത്തു നിന്ന് എത്രയോ 1000കണക്കിന് വർഷം പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിച്ചിട്ടാണ് ആ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രം. അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്താ അല്ല പറയണോ? നിങ്ങള് ഒരാളും നിങ്ങളെ നിയന്ത്രിക്കാനില്ലെന്നോ, ഒരാളും നിങ്ങളെ നോക്കാനില്ലെന്നോ നിങ്ങൾ വിചാരിച്ചു പോകരുത്. ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉത്തരവാദിത്തത്തോടുകൂടെ സംരക്ഷിച്ചു പോകുന്ന ഒരുത്തുണ്ടല്ലോ, അവൻ നിങ്ങളെ നോക്കിയിരിക്കാണ്.
വമാ അദ്റാക മത്താരിഖ് അന്നജ്മുസ് സാഖിബ് ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്. ഒരു നഫ്സും തന്നെയില്ല, ഒരു ദേഹവും തന്നെയില്ല, ഒരു നിരീക്ഷകൻ അവനെ നിരീക്ഷിച്ചിട്ടല്ലാതെ. സുഹൃത്തുക്കളെ, എല്ലാ വാക്കും പ്രവൃത്തിയും നോക്കി നല്ലവണ്ണം സൂക്ഷ്മമായി പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിനെ നല്ലവണ്ണം വിലയിരുത്തിയിട്ട് എന്നെ നാളെ പരലോകത്ത് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളും ചില കാര്യങ്ങളൊക്കെ പാലിച്ചു പോകാണ്ട് എങ്ങനെയെങ്കിലും ഒന്നും ഇവിടെ ജീവിച്ചു പോകാൻ നമുക്ക് പറ്റൂല. ഒക്കെ രേഖപ്പെടുത്തി കൊണ്ടുവന്ന് ജീവിച്ചോടത്ത് അയൽപക്കക്കാരനോടും കൂടെ ജീവിച്ച വർഷങ്ങളോളം ജീവിച്ച ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടൊക്കെ എങ്ങനെ പെരുമാറിയെന്ന് ശരിക്കും ഇങ്ങനെ കിതാബ് കയ്യിൽ തന്ന് വായിച്ചിട്ടിതാ നിന്റെ ജീവിതം എന്ന് പറഞ്ഞ് കാണിച്ച് തന്നിട്ട് എന്നെ സുഹൃത്തുക്കളെ നാളെ കടന്നു പോകുള്ളൂ. അത് കയ്യിൽ കിട്ടുമ്പോൾ മറന്നു പോകും, കാലയവനികൾക്കുള്ളിൽ മറന്നു പോകും, പ്രകാശമായി വെള്ളത്തിലെ വരകളെ പോലെ കാണാതെ പോകും, വിസ്മരിക്കപ്പെടുന്നു വിചാരിച്ച നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വക്രതകളും വാശികളും പ്രതികാരങ്ങളും എല്ലാം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു നാള് മനസ്സിൽ ഓർമ്മ വന്നാൽ സുഹൃത്തുക്കളെ നിഷ്കളങ്കമാകാൻ പറ്റും. ഞാൻ ഒരു സംഭവം കൂടി പറഞ്ഞോട്ടെ. അതും എൻ്റെ തൊട്ട അയൽവക്കത്ത് താമസിച്ചിരുന്ന ഒരു സ്ത്രീ, അവര് ഇസ്ലാം സ്വീകരിച്ചൊരു സഹോദരിയാണ്. ആരും നിർബന്ധിച്ചിട്ടല്ല സുഹൃത്തുക്കളെ. ഒരു STD ബൂത്തിൽ ഇരിക്കുന്ന ഒരു ലേഡി ആയിരുന്നു. ആരും അവിടെ STD ബൂത്തിൽ ഫോൺ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഒരു പുസ്തകമോ ഒരു ലഘുലേഖമോ മറന്നിട്ട് പോയി. ആ മറന്നിട്ട് പോയത് ആളെ പിന്നെ കണ്ടില്ല. അവരതെടുത്ത് വായിച്ചപ്പോൾ അവർക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതം ബോധ്യപ്പെട്ടു. എല്ലാം നിയന്ത്രിക്കുന്ന മരിക്കാത്ത ഒരു സ്രഷ്ടാവിനെ അവർക്ക് ബോധ്യപ്പെട്ടു. അവരത് സ്വീകരിച്ചു. നിഷ്കളങ്കമായ സ്വീകരിക്കൽ എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. എൻ്റെ അയൽവക്കത്ത് കുറച്ചു നാളുകൾ അവർ താമസിച്ചിരുന്നു. സുഹൃത്തുക്കളെ, ഒരു അനുകൂല്യങ്ങളും ഒരു ഔദാര്യങ്ങളും സ്വീകരിക്കാതെ സ്വന്തം കൈകൊണ്ട് മാത്രം അധ്വാനിച്ച് ഭക്ഷിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു സ്ത്രീ. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു നിഷ്കളങ്കതയുടെ ചരിത്രം അവരുടെ ജീവിതത്തിൽ നമുക്ക് പറയാനുണ്ട്. ഒരു പക്ഷേ വിശ്വാസങ്ങൾ അങ്ങനെ മനുഷ്യനെ മാറ്റുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇതിലും നല്ലൊരു ഉദാഹരണം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നില്ല. അവര് നാട്ടിലേക്ക് തിരിച്ചുപോയി കുടുംബങ്ങളോടൊപ്പം താമസിക്കുകയാണ്. സുഹൃത്തുക്കളെ, കുടുംബത്തിൽ അല്പം പ്രായമുള്ള ഒരു സഹോദരി രോഗിയാവുക മാത്രമല്ല മാനസികമായ നില തെറ്റി വളരെയധികം പ്രയാസകരമായ ഒരു അവസ്ഥയിലായി. പാവപ്പെട്ട ഒരു കുടുംബം എന്ന നിലക്ക് അവർക്ക് അവരെ പരിചരിക്കുന്നൊരു ഭാരമായി. അതുകൊണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചു തീരുമാനിച്ചു ഈ പ്രായമായ സ്ത്രീയെ ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ പാർപ്പിക്കുവാൻ. അങ്ങനെ അവരൊരു വൃദ്ധസദനത്തിലെത്തി. ഒരു വൃദ്ധസദനത്തിന്റെ പരിമിതികളിൽ മാലിന്യങ്ങളിൽ കിടന്ന് വിഷമിച്ചവർ ജീവിച്ചു. സ്വബോധമില്ലാത്ത, ചെന്നി ബാധിച്ച, മാനസിക രോഗം ബാധിച്ചൊരു സ്ത്രീ. പക്ഷേ എല്ലാ ബന്ധുക്കളും മക്കളടക്കം മാറി നിന്നപ്പോഴും ഒരു ചെറിയ മനോവേദന ഞാൻ ഈ പറയുന്ന സഹോദരിക്ക്. അവർക്കും കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകണം. പക്ഷേ മനസ്സിലൊരു ചിന്ത, ഈ മരണത്തെ അഭിമുഖീകരിച്ച് കിടക്കുന്ന അനേകം പേരമക്കളെയും മക്കളെയും വളർത്തിക്കൊണ്ടുവന്ന ഈ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഇവർ പരിചരിക്കപ്പെടാതിരിക്കുന്നതിനൊരു ചോദ്യം നാളെ മരിച്ചതിന് ശേഷം ഈ ബന്ധുക്കളിൽപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് എന്നോട് ചോദിച്ചാലോ? നിത്യവരുമാനം കൊണ്ട് ജീവിക്കുന്ന ആ സഹോദരി വൃദ്ധസദനത്തിൽ നിന്നും ആ സ്ത്രീയെ വിട്ടുകൊണ്ടുവന്നു. ബന്ധുക്കളെല്ലാം നിർബന്ധം പിടിച്ചു. നീ വിചാരിക്കുന്ന ആ ആവേശം നിനക്കുണ്ടാവില്ല. ഒരു ദിവസം നോക്കിയാൽ നല്ലോം ചിന്തിച്ചാണോ തീരുമാനിച്ചത്? ഇനി ആ വൃദ്ധസദനത്തിലേക്ക് അവരെ തിരിച്ചെടുക്കുകയില്ലെന്ന് ഓർക്കണം. എല്ലാ ഭീഷണികളെയും വിശ്വാസത്താൽ അതിജീവിച്ചു കൊണ്ടുവന്നു. സുഹൃത്തുക്കളെ, ഒരു ദിവസത്തെ ചരിത്രം പറയാം. നേരം വെളുത്ത് എഴുന്നേറ്റാൽ ആ സ്ത്രീ വിസർജിക്കും. വിസർജിച്ചു കഴിഞ്ഞാൽ ആ വിസർജ്യ വസ്തുക്കൾ ചുമര് മുഴുവനും തേക്കും. മൂത്രമൊഴിച്ചത് കൊണ്ട് നിലം മുഴുവനും തുടക്കും. എന്നും ദിവസ പ്രക്രിയകളാണ്. ഭക്ഷണം കൈകൊണ്ട് വാരിക്കൊടുക്കണം, എങ്കിലേ കഴിക്കൂ. ഒരു ദിവസവും 2 ദിവസവും 3 ദിവസവുമല്ല, കുട്ടികളെ നോക്കി സ്കൂളിലേക്ക് അയച്ച് ജോലി ചെയ്ത് ആ വരുമാനം കൊണ്ട് മരുന്നും ഭക്ഷണവും വാങ്ങിക്കൊടുത്തവർ പോറ്റി. ഒരു പക്ഷേ എനിക്കു കഴിയില്ലെന്ന് പറയത്തക്ക വിധത്തിൽ ദിവസങ്ങൾ നീണ്ടുപോയി, മരണം മുന്നിൽ വരാതെ. പക്ഷേ എൻ്റെ ഓരോ ദിവസത്തെയും പ്രയത്നങ്ങൾക്ക് കാവലുള്ള നാഥൻ എനിക്ക് ഇതുകൊണ്ട് സ്വർഗം തരുമെന്ന് അവർ വിശ്വസിച്ചു. സുഹൃത്തുക്കളെ, ഒരു പാതിരാവിൽ ഒരു ബന്ധു പോലും അടുത്തില്ലാതെ അവരുടെ മടിയിൽ വെച്ച്
ആ സ്ത്രീ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് വരെയും സ്നേഹത്തോടെ പരിചരിച്ചു. ഞാൻ ചോദിക്കുന്ന സുഹൃത്തുക്കളെ, ആ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ പിന്നിൽ എന്താ ഉണ്ടായിരുന്നത്? അത് പറയാൻ ഒരു വാക്ക് ഞാൻ പറയാം. മതം മാറി പോയവളെന്ന നിലക്ക് ഭ്രാന്ത് പിടിച്ച് കിടക്കുമ്പോഴും ആ സ്ത്രീ എല്ലാ ബന്ധുക്കളെയും ചോദിക്കും. പക്ഷെ അവളെ മാത്രം ചോദിക്കൂല. കാരണം അവൾ മനസ്സിന്ന് വെട്ടിക്കഴിഞ്ഞു ആ മുത്തശ്ശി. കാരണം എന്താണ്? മതം വിട്ടു പോയവളല്ലേ എന്ന നിലയ്ക്ക്. ഒരിക്കൽ പോലും തന്നെ അന്വേഷിക്കാതിരുന്നിട്ടും മാനസിക നില തെറ്റിയ ആ സ്ത്രീയെ, താൻ പരിചരിക്കുന്നതിന്റെ അനുഭവങ്ങൾ പോലും അറിയാൻ പറ്റാത്ത ഒരു മാനസിക രോഗിയെ, സുഹൃത്തുക്കളെ സ്വന്തം കുഞ്ഞിനെക്കാളും വാത്സല്യത്തോടെ നോക്കുന്ന ആ നിഷ്കളങ്കതയ്ക്ക് പിന്നിൽ എന്താണ്? വിശ്വാസം. വിശ്വാസം. എന്ത് വിശ്വാസം സുഹൃത്തുക്കളെ? അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം സുമ്മ ഇസ്തവാ അലൽ അർശ് മാ ലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഅ അഫലാ തതദക്കറൂൻ. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്. ആരാണ് സാക്ഷാൽ ആരാധ്യനായ അല്ലാഹു? അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചവനാണ്. അതിനിടയിലുള്ളവനെയും സൃഷ്ടിച്ചവനാകുന്നു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ അല്ലാഹു, ആ അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം, ആ അല്ലാഹു ആരാ സുഹൃത്തുക്കളെ? വനഹ്നു നഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വനഹ്നു നഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നത് നാം അറിയുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ജീവനാഡിയെക്കാളും അവനോട് അടുത്തു നിൽക്കുന്നവനാണ് ഞാൻ. വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ. നിങ്ങൾ രഹസ്യമാക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതും അവനറിയും. സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഒരു പടച്ചവനെ കുറിച്ചും പരലോകത്തെ കുറിച്ചുമുള്ള ബോധം നമ്മളെയൊക്കെ നിഷ്കളങ്കരാക്കും. നമ്മൾ നിഷ്കളങ്കരായാൽ എന്താ ഉണ്ടാവുക? 20 കൊല്ലം നമ്മുടെ കൂടെ ജീവിച്ച ഭാര്യ പറയും, എന്താണ് ഒരു പുതിയ ജീവിതം? ഭർത്താവ് പറയും, എന്താ നിനക്ക് സംഭവിച്ചത്? ശ്രദ്ധിക്കാതെ അലസമായി സുഹൃത്തോട് ഓടി നടന്ന നമ്മുടെ മക്കളിൽ വരുന്ന മാറ്റം കണ്ട് നമ്മൾ അത്ഭുതപ്പെടും. സുഹൃത്തുക്കളെ, അവിടെയാണ് ബന്ധങ്ങളുടെയും ഈ മാറ്റങ്ങളുടെയും പ്രസക്തി അവിടെയാണ് നിലകൊള്ളുന്നത്. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ നിഷ്കളങ്കമായി കൂടെ സുഹൃത്തുക്കളെ? ഇതിനെന്തെങ്കിലും വേലിക്കെട്ടുകളുണ്ടോ? എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു നിഷ്കളങ്കത ഇവിടെ ഫീൽ ചെയ്യുന്നു. എന്താച്ചാൽ ഇവിടെ ഏത് ഗ്രൂപ്പുകൾ മുസ്ലിങ്ങളിൽ ഉണ്ടെങ്കിലും ആ മുഴുവൻ ഗ്രൂപ്പിന്റെയും പ്രതിനിധികൾ കുറച്ചാളെങ്കിലും ഈ സദസ്സിൽ വന്നിരിക്കാൻ മനസ്സു കാണിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, അമുസ്ലിങ്ങളായ സഹോദരന്മാർ പോലും ഈ സദസ്സിൽ ഉണ്ടെന്നാണ് എന്റെ നിഗമനം. സുഹൃത്തുക്കളെ, നമ്മളെ ഈ ഒന്നിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഇതിന്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യവും ഈ സംഘാടകർക്കില്ല എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ കസേരയിൽ നമ്മൾ കയറിയിരിക്കുമായിരുന്നില്ല. ആ നിഷ്കളങ്കതയിലേക്ക് നമ്മളെ നയിച്ചത് എന്താണ്? ഈ വിശ്വാസമാണ്. സുഹൃത്തുക്കളെ, ആ ഒരു ആത്മാർത്ഥതയിലേക്കും ആ മനസ്സിലേക്കും തിരിച്ചു വന്നാൽ അവിടെ നമുക്ക് നമ്മുടെ ബന്ധങ്ങളിലും ഒരു പുതിയ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഏറ്റവും നിഷ്കളങ്കവും ആത്മാർത്ഥമായ ബന്ധം ആരോടാ പറ്റിയത് സുഹൃത്തുക്കളെ? അള്ളാഹുവിനോടാ പറ്റിയ, സൃഷ്ടികർത്താവിനോടാ പറ്റിയ. ഞാൻ പറയുന്നതിൽ നിങ്ങൾ വിഷമം വിചാരിക്കരുത്. ഖുർആൻ എക്സ്പോ നടക്കണല്ലാണ്. ഇപ്പൊ ചെറുവാടി പന്നിക്കോട് നടക്കുന്ന എക്സ്പോ കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന പോസ്റ്ററുകളും സാധനങ്ങളും വെച്ച് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കോഴിക്കോട് നടക്കുന്ന ഖുർആൻ കോൺഫറൻസിന്റെ ഭാഗമായിട്ട് പരിചയപ്പെടുത്തി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു അമുസ്ലിം സഹോദരി എഴുതി വെച്ച ഒരു വാചകം ഞാൻ വാട്സപ്പിൽ നിന്ന് വായിച്ചു. എന്താ സുഹൃത്തുക്കൾ എഴുതി വെച്ചത്? നോക്കൂ നിങ്ങൾ, നമ്മുടെ മരിച്ചുപോയ അമ്മ ഒരു ദിവസം നമ്മുടെ വീട്ടുവരാന്തയിൽ വന്ന് സ്നേഹത്തോടെ പുഞ്ചിരിച്ചു നിൽക്കുന്നത് കണ്ടാൽ ഞെട്ടാത്തവരുണ്ടോ സുഹൃത്തുക്കളെ? മാതാവിനെ തിരിച്ചു കിട്ടുമ്പോൾ, ഹോസ്പിറ്റലിന്റെ ബഹളത്തിനുള്ളിൽ കൈവിട്ടുപോയ കുഞ്ഞിനെ 4 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു കിട്ടുമ്പോൾ ഒരു മാതാവിന്റെ മനസ്സെന്തായിരിക്കും സുഹൃത്തുക്കളെ? അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി നിർവൃതിയാണ് ആ സ്ത്രീ പ്രകടിപ്പിച്ചെന്തറിയും. ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു. വെറുതെ പറയല്ലേ സുഹൃത്തുക്കളെ, ഈ തലയോട്ടിക്കുള്ളിൽ ചുരുട്ടി വെച്ച തലച്ചോറുണ്ടല്ലോ, ആ തലച്ചോറിന്റെ ചുരുളുകൾ നിവർത്തിയാൽ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചിരിക്കുന്ന ഈ ഗ്രൗണ്ട് മതിയാവൂല. ആ തലച്ചോറിൽ
ആ തലച്ചോറിനെ അത്ര ഭദ്രമായും അത്ര വ്യവസ്ഥാപിതമായും ചുരുട്ടി സംവിധാനിച്ച് ബലിഷ്ഠമായ ഒരു തലച്ചോറിൽ ഒതുക്കി വെച്ച് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിനേക്കാളും വേഗതയിൽ നമ്മുടെ മെമ്മറിയും ചിന്തകളും ആലോചനകളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ചിന്തിക്കുക, നമ്മുടെ പാലൂട്ടി വളർത്തിയ ഉമ്മയോടില്ലാത്ത, നമ്മളെ കഷ്ടപ്പെട്ട് തഴമ്പ് പിടിച്ച് വളർത്തിയ പിതാവിനോടില്ലാത്ത സ്നേഹം നമുക്ക് തോന്നൂലേ സുഹൃത്തുക്കളെ? ആ പടച്ചോനോട് അവനോടുള്ള സ്നേഹം. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. യാ അയ്യുഹൽ ഇൻസാന, ഓ മനുഷ്യ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, അത്യുദാരനായ നിന്റെ നാഥനെ കൊള്ളെ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? അല്ലദീ ഖലഖക, അവനാണ് നിന്നെ സൃഷ്ടിച്ചത്. വസവ്വാക, നിന്നെ ശരിപ്പെടുത്തിയത്. ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, ഏതൊരു ഘടനയോട് കൂടെയാണ് അവൻ നിന്നെ കൂട്ടിഘടിപ്പിച്ചുണ്ടാക്കിയത്. മാ ശാഅ റക്കബക, എത്ര വ്യവസ്ഥാപിതമായിട്ടാ സുഹൃത്തുക്കളെ ഈ സൃഷ്ടിപ്പ്. ആ പടച്ചോനോട് നമുക്ക് എത്ര കടപ്പാടും എത്ര സ്നേഹവും നമുക്കുണ്ടാവണം. ഇത്രയും ആയുസ്സിനിടയിൽ എനിക്ക് മനസ്സിലാക്കാനും പരിചയപ്പെടാനും പറ്റാത്ത എന്റെ ദൈവത്തെ ഞാൻ ഇന്ന് കണ്ടു എന്ന് സുഹൃത്തുക്കളെ ആത്മനിർവൃതിയോടുകൂടെ ഒരു പുനഃസംഗമത്തിന്റെ സന്തോഷത്തോടുകൂടെ എഴുതുമ്പോൾ നാം അറിയേണ്ട ഒന്നാമത്തെ ബന്ധം ആരോടാണ്? അള്ളാഹുവോട്. സുഹൃത്തുക്കളെ, ആ ബന്ധത്തിന് ചില പ്രത്യേകതകളുണ്ട്, അറിഞ്ഞോളൂ. നമ്മുടെ മനോവേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭർത്താവിനോട് നിങ്ങളുടെ രഹസ്യങ്ങൾ പറഞ്ഞാലും നാളെ ഒരു ദിവസം നിങ്ങൾ തമ്മിൽ പിണങ്ങുമ്പോൾ ആ രഹസ്യങ്ങൾ നിങ്ങൾക്കെതിരെ അയാൾ ഉപയോഗപ്പെടുത്തിയേക്കാം. എന്ന സുഹൃത്തുക്കളെ, നാം പറയുന്ന രഹസ്യങ്ങളെ ആരും അറിയാതെ കാത്തു സൂക്ഷിക്കുന്ന, ഹൃദയങ്ങളെ സംശയമില്ലാതെ തുറന്നു വെക്കാൻ പറ്റുന്നവൻ അല്ലാഹുവല്ലാതെ, പരമദയാലുവായ കാരുണ്യവാനായ അല്ലാഹുവല്ലാതെ ആരല്ലേ സുഹൃത്തുക്കളെ? ഒരു ദിവസം വായ്പ ചോദിച്ച് രണ്ടാം ദിവസം വായ്പ ചോദിക്കുമ്പോൾ പിണങ്ങില്ലേ സുഹൃത്തുക്കളെ? വീണ്ടും വന്നോ എന്ന ഒരു ദേഷ്യത്തിന്റെയും അനിഷ്ടത്തിന്റെയും വെറുപ്പിന്റെയും നോട്ടം അയൽവാസിയുടെ മുഖത്തുണ്ടാകും. എത്ര ചോദിച്ചാലും ആര് ചോദിച്ചാലും ആകാശഭൂമികളിൽ ഉള്ളവരെല്ലാം അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. 1000 ആളുകൾ 1000 തവണ ചോദിച്ചാലും അവൻ ഒരിക്കലും മുഷിക്കുന്നില്ല, വെറുക്കുന്നില്ല, ദേഷ്യം വരുന്നില്ല. എല്ലാ ദിവസവും അവൻ നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചോദിക്കുന്നവന് മക്കളെ കൊടുക്കാൻ, കുട്ടികളെ കൊടുക്കാൻ, രോഗങ്ങൾ മാറ്റാൻ, അനുഗ്രഹങ്ങൾ നൽകാൻ എല്ലാ സമയത്തും അവൻ ആ കാര്യനിർവഹണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ. സുഹൃത്തുക്കളെ, ആ അള്ളാഹുവോടുള്ള ബന്ധം നിഷ്കളങ്കമാക്കുക. അത് നിഷ്കളങ്കമാക്കണം എന്നാണ് എനിക്ക് ഒന്നാമത് പറയുന്നത്. എങ്ങനെ നിഷ്കളങ്കമാക്കുക സുഹൃത്തുക്കളെ? ആ ബന്ധത്തിന് മറ്റു ബന്ധത്തെക്കാളൊക്കെ പ്രാധാന്യം നൽകുക. ആ ബന്ധത്തിന് മറ്റു ബന്ധത്തെക്കാളൊക്കെ പ്രാധാന്യം നൽകുക. ഈ ഭാഗത്ത് എവിടെയോ ഒരു രോഗിയെ കാണാൻ വന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ രോഗി നല്ല ഏകദൈവ വിശ്വാസിയാണ്. അപ്പൊ അദ്ദേഹം എന്താ വെച്ചാൽ രോഗം കൊണ്ട് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പറ്റൂല, വാട്ടർ ബെഡിലാണ് കിടക്കുന്നത്, അനങ്ങാൻ പറ്റൂല. ഭാര്യയുടെ സഹായം നന്നായി വേണം. പക്ഷെ ഭാര്യക്ക് ആ ഏകദൈവ വിശ്വാസത്തിലും തൗഹീദിലും അത്ര ഉറപ്പില്ല. അപ്പൊ കുറച്ചു കാലൊക്കെ ഇങ്ങനെ നോക്കി പരിചരിച്ചിട്ട് അവസാനം ഒരു ദിവസം അവൾ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യങ്ങൾ സ്വീകരിക്കണം, ഞാന് ഒരു ചരട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടു, അത് നിങ്ങൾ കെട്ടണം. കാരണം ഞാൻ എത്ര ബുദ്ധിമുട്ടുന്നു നിങ്ങളെ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ബുദ്ധിമുട്ട് മാറാൻ ഈ ഒരു ചരട് കൊണ്ട് പറ്റുവാണെങ്കിൽ എനിക്കും സമാധാനം, നിങ്ങൾക്കും സമാധാനം. അയാൾ നിസ്സഹായമായി അവളുടെ മുഖത്തേക്ക് നോക്കി. കാരണം അവൾ പരിചരിച്ചു കുഴങ്ങിയിട്ട് ഒരു പരിഹാരവുമായി വന്നിരിക്കുകയാണ്. സഹകരിക്കാൻ അയാൾ ബാധ്യസ്ഥനാണല്ലോ. അയാൾ വളരെ ദയനീയമായി അവളോട് പറഞ്ഞു, ഈ നിമിഷം മുതൽ നീ നിന്റെ വിഷമം കൊണ്ടും അസൗകര്യം കൊണ്ടും നീ എന്നെ നോക്കിയില്ലെങ്കിലും ഞാൻ ഇങ്ങനെ മരിച്ചാലും എല്ലാ അഭൗതികമായ സഹായങ്ങളും എല്ലാം തരാൻ പറ്റുന്ന ഏക ശക്തി ഇലാഹ് ആരാധ്യൻ സൃഷ്ടാവായ അള്ളാഹു മാത്രമാകൊണ്ട് ഈ ചരടിൽ നിന്ന് എന്തെങ്കിലും കാരണങ്ങൾക്കപ്പുറത്ത് നിന്നൊരു സഹായം കിട്ടുമെന്ന് വിശ്വസിക്കാൻ എന്റെ വിശ്വാസം എന്നെ അംഗീകരിക്കുന്നില്ല, എനിക്ക് പറ്റില്ല.
അതുകൊണ്ട് ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് എന്നാണ്. സുഹൃത്തുക്കളെ, സന്ദർശിക്കാൻ വരുന്ന ഞങ്ങളോട് ഭാര്യ ഇല്ലാത്തൊരു സമയത്ത് അയാൾ പറഞ്ഞു, രോഗത്തിന്റെ വേദനകൾ എന്നെ അലട്ടുന്നില്ല, ഈ കട്ടിലിലെ എഴുന്നേൽക്കാനാവാത്ത കിടത്തം എന്നെ അസ്വസ്ഥമാക്കുന്നില്ല. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയുടെ ഒരു ആവശ്യം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു വേദന മാത്രം. എനിക്ക് അവളെക്കാളും പ്രിയപ്പെട്ടത്, അവളെക്കാളും എനിക്ക് ബന്ധമുള്ളത്, മരിച്ച് അവൾ എന്നെ അവസാനത്തെ തുള്ളി വെള്ളവും നാവിൽ തൊട്ട് യാത്രയാക്കുമ്പോൾ എന്നെ സ്വീകരിക്കാനുള്ളത് എന്റെ നാഥനല്ലേ. അവനോടുള്ള ബന്ധം തെറ്റിച്ച് ഇവളോടൊരു ബന്ധം എനിക്ക് സാധ്യമല്ലല്ലോ. സുഹൃത്തുക്കളെ, അതന്നെയാണ് ഏറ്റവും വലുത്, ഏറ്റവും വലുത്. ആ ബന്ധങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റാൻ ഭാര്യയുടെ സമ്മർദ്ദങ്ങൾക്കാവരുത്, ഭർത്താവിന്റെ നിർബന്ധങ്ങൾക്ക് പറ്റരുത്, മാതാപിതാക്കളുടെ വാശികൾക്ക് പറ്റരുത്. എല്ലാ ബന്ധങ്ങൾക്കും അപ്പുറം നമുക്ക് മാതാവിനെ തന്ന, പിതാവിനെ തന്ന ആ സൃഷ്ടികർത്താവായ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ജീവിക്കാതിരിക്കുക സുഹൃത്തുക്കളെ. പട്ടിണി കിടന്നോട്ടെ സുഹൃത്തുക്കളെ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു പലിശ കൊണ്ടോ ഒരു അവിഹിതം കൊണ്ടോ ഒരു 10 രൂപ വരണ്ടെന്നാണ് ഞാൻ എപ്പോഴും പറയും. ഒരു വയസ്സായ ഒരാള് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ പള്ളിയിൽ വന്ന് എന്തെങ്കിലും സഹായം ചോദിക്കും, നമ്മൾ കൊടുക്കും. ആ ബന്ധുക്കളും അധ്വാനിക്കാനൊന്നും കഴിവില്ലാത്ത ആളല്ലേ. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനോടൊന്നും പറയാണ്ട്, ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ദാരിദ്ര്യത്തിന് പരിഹാരമാകൂല. അങ്ങനെ ആകുകയാണെങ്കിൽ 10-20 കൊല്ലം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് പലരും തന്നിട്ടുണ്ടല്ലോ, പരിഹാരമായിട്ടില്ല. കാരണം എന്താ അറിയോ, യാചിക്കാൻ അർഹതപ്പെട്ടവരല്ലാത്തവർ യാചിച്ചാൽ അവർക്ക് ദാരിദ്ര്യത്തിന്റെ കവാടങ്ങളെ അള്ളാഹു തുറക്കുമെന്ന് പ്രവാചകന്റെ വാക്കുകളുണ്ട്. സുഹൃത്തുക്കളെ, നമുക്ക് തോൽപ്പിക്കാൻ പറ്റൂല, നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല അള്ളാഹുവിനെ. അവന്റെ കൽപ്പനകളെ ധിക്കരിച്ചും നമ്മുടെ ആവശ്യങ്ങൾ നേടും എന്ന് വിശ്വസിക്കുന്നത് സുഹൃത്തുക്കളെ വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് അവന്റെ ഇഷ്ടത്തിന് കീഴൊതുങ്ങി ജീവിക്കലാണ് ബുദ്ധി. അതുകൊണ്ട് ആ ബന്ധം സുഹൃത്തുക്കളെ നമുക്ക് എപ്പോഴും വേണ്ട ബന്ധമാണ്. ഇഹലോകത്തും പരലോകത്തും മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ ആ നാഥനോടുള്ള ബന്ധമാണ് ഒന്നാമത്തെ ബന്ധം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ ബന്ധം എന്താ അറിയോ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവനോടൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ശിർക്ക് വെക്കുന്ന എല്ലാ പങ്കാളികളിൽ നിന്നും ഞാൻ ഐശ്വര്യവാനാണ്. ഇന്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾക്കൊരു പങ്കുകാരും ഒരു കൂട്ടുകാരനും വേണ്ടെന്നാണ്. ഇനിയോ, മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി തറക്തുഹു വശിർകഹു. എന്റെ കൂടെ ആരെങ്കിലും പങ്കു ചേർത്താൽ എന്നിട്ട് വല്ല പ്രവർത്തനങ്ങളും അവൻ ചെയ്താൽ അവനെയും അവന്റെ പ്രവർത്തനത്തെയും ഞാൻ വിട്ടുകളയുന്നതാണ്. സുഹൃത്തുക്കളെ, മരിക്കുന്നത് വരെ ഉണ്ടല്ലോ നമ്മൾ ചെയ്തത്. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ സുഹൃത്തുക്കളെ നമ്മൾ എവിടേക്ക് എത്തിക്കും? എൻ്റെ ഒരു സുഹൃത്തിന്റെ കഥ പറയും. അയാള് പെൻഷൻ കിട്ടിയ മൊത്തം പൈസ കൊണ്ട് എന്ത് ചെയ്തു വരും, റോഡ് വക്കത്തൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ അതിനൊരു സെപ്റ്റിക് ടാങ്കിന് വേണ്ടി ഒരു കുഴി എടുക്കുക. കുഴി എടുക്കുമ്പോൾ കാണുന്നവരൊക്കെ പറയും, ഇവിടെ കന്നിമൂലയാണ്, ഇവിടെ കുഴിക്കരുതേ എന്ന് പറയും. ഇത് നിങ്ങളെ കുടുംബത്തിന് ദോഷാണ്, നാടിന് ദോഷാണ്, നിങ്ങൾക്ക് വരുമാനം കിട്ടൂല, ഇതിന് വാടകക്കാർ വരൂല ഒക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ശരിക്കും ആ ഏകദൈവ വിശ്വാസം നിലക്ക് അയാൾ എന്ത് പറഞ്ഞു? അയാള് പറഞ്ഞു, അതായിക്കോട്ടെ, അത് സാരല്ല, ഏതായാലും നിങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കുഴി അവിടെ തന്നെ ആവട്ടെ, ഇപ്പോഴാണ് എന്റെ സ്ഥാനം ശരിക്കും നിർണയിക്കപ്പെട്ടത് എന്ന് ഉറപ്പായെന്ന് അയാൾ പറഞ്ഞു. അയാൾ വളരെ ധൈര്യസമേതം കുഴിച്ചു. സുഹൃത്തുക്കളെ, അത്ഭുതം സംഭവിച്ചു. 470 അടിയിൽ കുഴൽക്കിണർ കഴിച്ചിട്ട് വെള്ളം കിട്ടാത്ത അയാളുടെ 10 സെന്റ് ഭൂമിയിൽ അയാൾ കുഴിച്ച ഈ കുഴിയിൽ സമൃദ്ധമായ വെള്ളം. ആ വെള്ളത്തിന് ഈ കണ്ണു സാക്ഷി. എന്തൊരു തെളിഞ്ഞ്, വെട്ടുകല്ലിന്റെ കുഴിയിൽ നിന്ന് നല്ല തെളിഞ്ഞ നല്ല വെള്ളി പോലുള്ള വെള്ളം. സുഹൃത്തുക്കളെ, ഞാൻ പറയാ, ഒരു അന്ധവിശ്വാസത്തിന് കീഴ്പ്പെടാത്തതിന് അള്ളാഹു കൊടുത്ത ഗിഫ്റ്റാണോ സമ്മാനമാണോ എന്ന് വിചാരിച്ചു പോകുന്ന അത്ഭുതകരമായ കാഴ്ച. സുഹൃത്തുക്കളെ, എന്തൊരു നിർഭയത്വമാണ്, എന്തൊരു ആശ്വാസമാണ്, എന്തൊരു സമാധാനമാണ് ആ പരിശുദ്ധമായ പരമകാരുണികനായ, ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത, സദാസമയവും തൻ്റെ അടിമകളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ വിശ്വാസം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതിൽ കളങ്കം ചേർക്കാതിരിക്കുക. രണ്ടാമത് പറഞ്ഞത് എന്താ അറിയോ, ബന്ധങ്ങളിൽ നമ്മൾ പാലിക്കണം സുഹൃത്തുക്കളെ. വഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന.
മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. സുഹൃത്തുക്കളെ, അധികമൊന്നും ഞാൻ പറയുന്നില്ല. വാപ്പിമ്മി ഉള്ളോരോടും ഇല്ലാത്തവരോടും ഇത് പറയണ്ട, അങ്ങനത്തെ ഒരു വിഷയമാണ്. വാപ്പിമ്മിയും മരിച്ചു പോയാൽ പിന്നെ ഇതൊന്നും വേണ്ടാന്ന് ചില ആൾക്കാർക്ക് ഒരു വിശ്വാസമുണ്ട്. സുഹൃത്തുക്കളെ, ഒരാള് നബിസ്ലാസ് ബനീ സലമയിൽപ്പെട്ട ഒരാള് വന്നിട്ട് നബിനോട് ചോദിച്ചു, പ്രവാചകരെ, ഹൽ ബഖിയ അലയ്യ മിൻ ബിർരിൻ അബവൈ, എന്റെ മാതാപിതാക്കൾക്ക് വല്ല പുണ്യവും ഞാൻ ചെയ്യേണ്ടതുണ്ടോ? ബഅദ മൗതിഹിമ, മരിച്ചുപോയി, വാപ്പിമ്മയൊക്കെ മരിച്ചുപോയി, ഇനി എനിക്ക് അവരോട് വല്ല കടമയും കടപ്പാടും ഉണ്ടോ? നബി സല്ലല്ലാഹു പറഞ്ഞു, നഅം, ഉണ്ട്. അസ്സലാത്തു അലൈഹിമ, അവരുടെ ജനാസ നീ നമസ്കരിക്കണം. വാപ്പന്റെ ആ ജനാസക്ക് മുന്നിൽ കൈകെട്ടി നിന്ന് അള്ളാഹുവോട് അദ്ദേഹത്തെ സ്വീകരിക്കാനും പാപങ്ങൾ പൊറുക്കാനും ഒക്കെ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പിന്നെയോ വൽ ഇസ്തിഗ്ഫാർ ലഹുമ, അവർക്ക് വേണ്ടി പടച്ചവനുകൾക്ക് പുറത്തു കൊടുക്കണേന്ന് നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ അവർ വല്ല കരാറും ചെയ്താണ് മരിച്ചു പോയതെങ്കിൽ ആ കരാറുകൾ നീ നിർവഹിക്കണം. അതേപോലെ തന്നെ നീ നിന്റെ വാപ്പന്റെ ഇമ്മന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, ആ സുഹൃത്തുക്കളൊക്കെ നീ എന്ത് ചെയ്യണം? വാപ്പന്റെ സുഹൃത്തു നിലക്ക് ബഹുമാനിക്കണം. അതേപോലെ തന്നെ വസിലത്തുർ റഹ്ം, നീ എന്ത് ചെയ്യണം? അവരുമായിട്ടുള്ള കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ നീ ചേർക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, മരിച്ചു പോയാലുണ്ട്, ജീവിച്ചിരിക്കുമ്പോഴുണ്ട്. എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ പരിചരിക്കുന്ന, പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ, നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് ഇവിടെ വിഷയമല്ല. നിങ്ങൾ മരുന്ന് കൊടുത്തോ, നിങ്ങൾ ഭക്ഷണം കൊടുത്തോ, വസ്ത്രം അലക്കി കൊടുത്തോ, കുളിപ്പിച്ചോ, ഒന്നും വിഷയമല്ല. നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങളുടെ വാക്കിൽ ഒരനിഷ്ടത്തിന്റെ പ്രയോഗം വന്നാൽ, നിങ്ങളുടെ മുഖത്ത് ഈ ചെയ്തു കൊടുക്കുന്നതിലുള്ള ഒരു വിഷമം മുഖത്ത് പ്രകടമായാൽ അവരെന്താ വിചാരിക്കാരെങ്കിൽ ഒക്കെ കുടുങ്ങിയിട്ട് ബുദ്ധിമുട്ടി നിർബന്ധിതമായി ചെയ്യാന്നാണ് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കാതെ മാതാപിതാക്കളെ പരിചരിക്കാൻ ആർക്കെ പറ്റുക? സുഹൃത്തുക്കളെ, എല്ലാ ഖുർആനിക വചനവും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട എല്ലാ വചനം എടുത്ത് പരിശോധിച്ചാലും ഒരു 5000 റുപ്യ ഉമ്മാക്ക് അയച്ചു കൊടുക്കുന്നതും വാപ്പാക്ക് അയച്ചു കൊടുക്കണതും പരിപാടിയല്ല സുഹൃത്തുക്കളെ. അത് ആ ഹൃദയ ബന്ധമാണ്. ആ ഹൃദയ ബന്ധം അതിന് വലിയ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. അല്ല തൃപ്തിപ്പെടും മാതാപിതാക്കൾ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു കോപിക്കും മാതാപിതാക്കൾ കോപിച്ചാൽ. സുഹൃത്തുക്കളെ, എന്ത് നഷ്ടം വന്നാലും നമ്മൾ അവരെ സ്നേഹത്തോടുകൂടെ, അങ്ങേയറ്റത്തെ നല്ല മനസ്സോടുകൂടെ നമ്മൾ അവിടെ പരിചരിക്കണം. ഞാനിത് പറയാൻ കാരണം, കുറെ നഷ്ടക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. എന്താ വെച്ചാൽ, ഈ വാപ്പനിമ്മനി നോക്കുന്നതിന് കുറച്ച് ദീർഘമായ സമയം ചിലപ്പോൾ നമുക്ക് ലഭിക്കും. കുറച്ചു കാലൊക്കെ നമ്മൾ നല്ല നിലക്ക് നോക്കി പോകും. പിന്നെന്ത് ചെയ്യുന്നവരും നമ്മൾ തന്നെ സ്വമേധയാ ചിലപ്പോൾ നമുക്ക് ചില പിഴവുകൾ സംഭവിക്കും, വാക്കിലും പ്രയോഗങ്ങളിലൊക്കെ. ഒക്കെ നമുക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തും. ഒരു സുഹൃത്തുക്കൾ, ജീവിതത്തിന്റെ ഏതു സാഹചര്യങ്ങളിലും എന്ത് നഷ്ടം നമുക്ക് വന്നാലും, നമ്മുടെ യാത്ര മുടങ്ങിയാലും ജോലി മുടങ്ങിയാലും എന്തു മുടങ്ങിയാലും, നമ്മൾ അവർക്ക് ചെയ്യേണ്ട കടമകളും ബാധ്യതകളും അത് ഇഷ്ടത്തോടുകൂടി, അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടുകൂടെ ചെയ്യണം. എങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുക? കിടപ്പിലായ വാപ്പ വിളിക്കും, ഇവിടെ നിന്ന് വന്നാണ്, അവിടെ ചെന്ന ഒന്നുമില്ല, പിന്നെ 5 മിനിറ്റ് ഒന്ന് വാന്നാണ്, പിന്നെ ചെല്ലുമ്പോ ഒന്നുമില്ല. അങ്ങനെ സുഹൃത്തുക്കൾ 5 മിനിറ്റ് കൂടി വിളിച്ച് എന്താ കാട്ടുക? അപ്പൊ തോന്നൂല നമ്മുടെ മനസ്സ് മാറൂല. ആ മനസ്സ് മാറാതെ ഒരു യുദ്ധത്തിന്റെ മുന്നിൽ ഒരു സൈന്യാധിപൻ ശത്രുവിന്റെ വാളിന് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന പോലെ ക്ഷമയോടുകൂടെ നിന്ന് സ്വർഗം വാങ്ങാനുള്ള പരിപാടിയാണ് സുഹൃത്തുക്കളെ. അത് വാപ്പനിമ്മനെയും കിട്ടുക എന്നുള്ളത് ഒരു വലിയ സൗഭാഗ്യമായി കണ്ട് നമ്മൾ പെരുമാറണം. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, നമ്മളുടെ എല്ലാ സംഗതികൾക്കും തികച്ചും വിപരീതമായി മാതാപിതാക്കൾ നിലകൊള്ളും. നമ്മുടെ പല സുഹൃത്തുക്കളും പറയുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഭാര്യന്റെ കാര്യം, കുട്ടികളെ കാര്യം, ഇതിലൊന്നും എന്താ അറിയും, ഒരു ഗുണകാംശപരമായ സമീപനം ചില മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വെറുത്തു പോകും. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിഷമം വിചാരിക്കരുത് സുഹൃത്തുക്കളെ, കുടുംബം പറയാനുള്ള സമയമാണല്ലോ. ഈ കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരുടെ ഭാര്യമാര്, അവിടെ അമ്മായിമ്മമാരെ കുറിച്ച് 2 തരത്തിലുള്ള അമ്മായിമ്മമാരെ കുറിച്ച് പറഞ്ഞു തരാറുണ്ട്. ഒരു അമ്മായിമാരറിയോ, അതായത് ഭർത്താവിന്റെ മാതാവ്. ഒരു കൂട്ടം സഹോദരിമാരെങ്ങനെയെന്ന് ചോദിച്ചാൽ, അവര് ചെറുപ്പം മുതൽ തന്റെ മകന് എന്തു വാങ്ങിക്കൊടുത്താലും, മകനൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്തു, അപ്പൊ അതേറ്റ് മുറ്റത്ത് കൂടി ഇങ്ങനെ കയറാതെ കളിക്കുന്നത് കാണുമ്പോഴും
എൻ്റെ കുട്ടിൻ്റെ ഒരു സന്തോഷം, ഓ അത് വാങ്ങിയത് നന്നായി, മനസ്സിലൊരു ആനന്ദം ഉണ്ടാവും സുഹൃത്തുക്കളെ. എൻ്റെ മോന് പറ്റുന്നൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവൻ അതിങ്ങനെ കഴിക്കുമ്പോൾ അത് കാണുമ്പോൾ മനസ്സിനൊരു നിർവൃതി ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ മകനൊരു കല്യാണം കഴിച്ച് അവൻ്റെ ഭാര്യയോടൊപ്പം സന്തോഷത്തിലും ആഹ്ലാദത്തിലും ജീവിക്കുമ്പോൾ, ഓ എന്തായാലും ഞാൻ മരിച്ചാലും എൻ്റെ മോന്റെ കാര്യം ശ്രദ്ധിക്കാൻ ഒരു നല്ല സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ എന്ന ആത്മനിർവൃതി കൊണ്ട് ആ പെൺകുട്ടിയെ മകളെക്കാളും സ്നേഹിക്കുന്ന അമ്മായിമ്മമാർ. സുഹൃത്തുക്കളെ, ഇതൊരു കഥയല്ല, വെറുതെ പറയല്ല, ഇതൊക്കെ സത്യമാണ്. ഇന്ന് അങ്ങനത്തെ ഉമ്മമാരുണ്ട്. അവരിൽ നിന്നും അവരുടെ മകനും മരുമകളും അനുഭവിക്കുന്ന ആത്മനിർവൃതി ചെറുതല്ല സുഹൃത്തുക്കളെ, വലിയ ഒന്നാണ്. എന്നാൽ തിരിച്ചുമുണ്ട്. ആ തിരിച്ചുമുള്ളത് ഞാൻ പറയണത്. തിരിച്ചുള്ളത് എന്താണ്? ചില ഉമ്മാർക്ക് തോന്നുന്നത് എന്താ വെച്ചാല്, നമുക്കൊരു കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഞാനൊരു വിവാഹം കഴിച്ചാൽ എൻ്റെ ഭാര്യയും ഞാനും പിന്നെ ഒരു കുടുംബമാണ്. അപ്പൊ ഒരു കുടുംബമാകുമ്പോ എന്താ അറിയോ, ഞങ്ങൾക്ക് ചില സ്വകാര്യതകളുണ്ട്. ഈ സ്വകാര്യത ചില മാതാപിതാക്കൾക്ക് എങ്ങനെ ഫീൽ ചെയ്യാച്ചാൽ, ഓൽപ്പം നമ്മളിരുന്നൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ വിട്ടുപോകല്ല സുഹൃത്തുക്കൾ. ഒരു പുതിയ കുടുംബം ആലോചിക്കുമ്പോൾ എന്താ നിങ്ങൾ, ഇതുവരെ ഏത് വരാന്തയിലും അവന് കിടക്കാം, ഏതു സെറ്റിയിലും സിറ്റ് ഔട്ടിലും കിടക്കാം. ഇനി ഒരു വാതിലടച്ചൊരു റൂമിൽ കിടക്കും. അത് ഒരു അകലുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരുപക്ഷെ അവർ ഇസ്ത്രിയിട്ട ഷർട്ട് എടുത്തു കൊടുക്കുമ്പോൾ, രാവിലത്തെ നാസ്ത വിളമ്പി കൊടുക്കുമ്പോൾ, ഇതുവരെ കൊടുത്ത ഞാൻ ഇപ്പോൾ ആവശ്യക്കാരിയല്ലാതായോ എന്ന് ഒരു ഉമ്മ എന്തിനു ചിന്തിക്കണം? അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ കുടുംബത്തിൽ അവർ തമ്മിലുണ്ടാകുന്ന എല്ലാ ബന്ധങ്ങളും ആ മാതാവിനെ മാനസികമായി പ്രയാസപ്പെടുത്തും. ആ പ്രയാസം പലപ്പോഴും അവർ പല രൂപത്തിൽ പ്രകടിപ്പിക്കും. അത് പ്രകടിപ്പിക്കപ്പെടുമ്പോൾ സ്വന്തം ഉമ്മയോട് സ്നേഹത്തോടെ സഹവസിക്കാൻ മക്കൾക്ക് പറ്റാതെ വരും. അവിടെയാണ് മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കുവാനും അവരുടെ കടമ നിർവഹിക്കുവാനും പറ്റിയില്ലല്ലോ എന്ന മനോവേദന കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സുകൾ തളർന്നു പോകുന്നത്. അതുകൊണ്ട് മക്കളുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ആൺമക്കളുള്ളവരോട് പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ, വിവാഹപ്രായമെത്തി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു സ്വതന്ത്ര കുടുംബമാണ്. ആ കുടുംബത്തിന് നൽകുന്ന സ്വാതന്ത്ര്യത്തിലാണ് നിങ്ങളുടെ വിജയം. അവരോട് നിങ്ങൾ എത്ര സഹകരിക്കുന്നുവോ അത്ര അവർ നിങ്ങളോട് സഹകരിക്കും. ഞാൻ പലപ്പോഴും പറയും, സ്വന്തം പെൺമക്കളെ പലപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ നിന്നും മലപ്പുറം ജില്ലയിലൊന്നും ഉമ്മാർക്കും വാപ്പാർക്കും കിട്ടിക്കൊള്ളുന്നില്ല. എന്നാൽ സുഹൃത്തുക്കളെ, മരുമക്കളായ പെൺകുട്ടികൾ ജീവിതാവസാനം വരെ ആ ദേഹത്തെ തലോടിക്കൊണ്ട് കൂടെ ഉണ്ടാകും. ആ സ്നേഹബന്ധങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം സുഹൃത്തുക്കൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. അത് നമുക്ക് വിശ്വാസം കൊണ്ട് നേടാൻ പറ്റും. മറ്റൊരുത്തൻ എന്തെങ്കിലും ഒന്ന് അനുവദിച്ചു കൊടുത്താൽ അവൻ അതിന് സുഖം അനുഭവിക്കുമ്പോൾ നമ്മളെ മനസ്സിക്ക് ഒരു വിഷമം ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും നിഷ്കളങ്കമായി വാർത്തെടുത്ത സ്വഹാബത്തുള്ള പ്രവാചകന്റെ സഖാക്കൾ, പ്രവാചകന്റെ അനുയായികൾ, ആ അനുയായികളെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്ന ഒരു വചനമുണ്ട് സുഹൃത്തുക്കളെ. അതൊന്ന് നമ്മുടെ മനസ്സ് തട്ടി വായിക്കണം. ആ മനസ്സിന്റെ ഒരു ശുദ്ധതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ, ഒരു വിരുന്നുകാരൻ 2 ദിവസം നമ്മുടെ വീട്ടിൽ തുടർച്ച നിന്നാൽ നമുക്ക് അസൗകര്യങ്ങൾ തുടങ്ങും. പറയുമ്പോൾ 3 ബെഡ്റൂം ഉണ്ട്, വേറെ ബാത്റൂം ഉണ്ട്, ഒക്കെ സൗകര്യമുണ്ട്, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുത്താനുള്ള സൗകര്യമുണ്ട്. എന്നാലും നമുക്ക് അവിടെ ഇങ്ങനെ ഒരു അസ്വസ്ഥത തുടങ്ങും. എന്ന സുഹൃത്തുക്കളെ, ചോർന്നൊലിക്കുന്ന ചെറിയ കുടിലുകളിലേക്ക് 100 കണക്കിന് ആളുകൾ മക്കത്ത് നിന്ന് വന്നിരിക്കുകയാണ്. മദീന എന്ന ആ ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ വന്ന സഹോദരങ്ങളെ അങ്ങേയറ്റത്തെ വന്നപ്പം തന്നെ എന്റെ വീട്ടിൽ ആളുണ്ടോ, എന്താ അവിടെ കടന്നോ? നല്ല സുഹൃത്തുക്കളെ, അല്ല. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا. വീടും വിശ്വാസവും എല്ലാം മക്കയിൽ നിന്ന് പലായനം ചെയ്ത് വരുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചവർ. സുഹൃത്തുക്കളെ, ഒരു കഥ പറയലുണ്ടല്ലോ, സത്യല്ലേ ആ സംഭവം? അല്ല ചിരിച്ചു, അല്ല സന്തോഷിച്ചു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ഉത്കൃഷ്ട പ്രവൃത്തിയുടെ മഹത്വം? കുട്ടിക്ക് കൊടുക്കാനുള്ള ഭക്ഷണം സുഹൃത്തുക്കളെ വിളക്കൂതി തങ്ങൾ തിന്നുന്നു എന്ന് വരുത്തി അതിഥിക്ക് കൊടുക്കാനുള്ള ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് സുഹൃത്തെ വിശ്വാസം കൊണ്ട് ഉമ്മമാരെ നമ്മൾ നേടേണ്ടത്. നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന സുഖങ്ങളിൽ, സന്തോഷങ്ങളിൽ, ആഹ്ലാദങ്ങളിൽ നമുക്കെന്തിനാണ് ഒരു മനപ്രയാസം? ആർക്കെങ്കിലും തോന്നുന്നു സുഹൃത്തുക്കളെ? തോന്നേണ്ടതില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ഇവിടെ പറയേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ അറിയുന്നത്,
പെൺകുട്ടികൾക്ക് അവരുടെ വീട്ടിലേക്കൊന്ന് വിരുന്ന് പോകാനൊരു സമ്മതം കിട്ടാനേ ഗൾഫ് നാടിലെ കഫീൽമാരത്ത് നിൽക്കുന്നതിനേക്കാളും വിഷമത്തോടെ നിൽക്കണം. എന്നിട്ട് ഒരു ദിവസം ലീവ് കൊടുത്താൽ പറയും പെട്ടെന്ന് വന്നോളുണ്ടു, ഇവിടെ പണിയെടുക്കാനൊന്നും വേറെ ആരുമില്ല. സുഹൃത്തുക്കളെ, ആ വാക്കുകൾ ഉണ്ടാക്കുന്ന ഒരു മനോവേദന ആലോചിച്ചിട്ട് നിങ്ങൾ. പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വീട്ടിൽ ജീവിക്കുമ്പോൾ ചെയ്യുന്ന ഒരു സഹകരണം മാത്രമാണ്. ഒരു ജോലിക്കാരെ പോലെ കണ്ട് പെരുമാറുമ്പോൾ ആ കുട്ടി ആ വീട്ടിൽ ജീവിക്കുന്നതിന് ഒരു പ്രയാസം മനസ്സിൽ ആലോചിച്ചാൽ മതി. സുഹൃത്തുക്കൾ, ഒരു അംഗമായി അംഗീകരിക്കൂ. നിങ്ങളുടെ പൊന്നു മോളെ പോലെ ഒരു സ്ഥാനം നൽകി ആദരിക്കൂ. ആ കുട്ടി ഒരിക്കൽ പോലും അവളുടെ വീട്ടിൽ പോകാൻ സമ്മതം ചോദിക്കൂല. ഞാൻ വെറുതെ പറയല്ല. വീടുണ്ടാക്കി ഭർത്താവിനോടൊപ്പം ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയാൽ ഭാര്യനോട് ഭർത്താവ് പറയും, ഉമ്മാന്റെ അടുത്തും വാപ്പാന്റെ അടുത്തൊക്കെ ഒന്ന് പോയി വന്നളാ, പോകാൻ നേരം ഉണ്ടാവില്ല. പോയാൽ ചെടി ഉണങ്ങിപ്പോകും, മാറാല പിടിക്കും. എന്തേ സുഹൃത്തുക്കളെ പോകാത്തത്? കൂട്ടുകുടുംബത്തിലായപ്പോൾ ആഴ്ചക്ക് ലീവ് ചോദിച്ചവൾ എന്തേ ലീവ് ചോദിക്കാത്തത്? ഇന്ന് അവളുടെ വീടെന്ന മെമ്പർഷിപ്പ് അവൾക്ക് കിട്ടി. കൂട്ടുകുടുംബത്തിൽ മരുമകളായി വന്നവളെ വീട്ടിലേക്ക് വരുന്ന കല്യാണ ദിവസം കയ്യിൽ പിടിച്ചണച്ചുകൂട്ടി മകളായി അംഗീകരിച്ചാദരിച്ച് വീട്ടിൽ നിർത്തിയാൽ സുഹൃത്തുക്കളെ, നിങ്ങളെ വിട്ട് മരിച്ചാലും അവൾ ഇറങ്ങിപ്പോവില്ല. സുഹൃത്തുക്കളെ, ഈ ബന്ധങ്ങളെയൊക്കെ പുനഃസ്ഥാപിക്കാൻ നമ്മുടെ വിശ്വാസത്തിന്റെ മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിൽ എവിടെയാണ് നമുക്ക് വിശ്വാസം? എവിടെയാണ് നമുക്ക് പരലോകബോധം? എവിടെയാണ് സുഹൃത്തുക്കളെ ഈ വിശ്വാസികൾ ആർജിച്ച ഉത്തമ സമൂഹത്തിന്റെ മനസ്സ് എവിടെയാണ്? പാലായനം ചെയ്ത് വന്നവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിലും സന്തോഷങ്ങളിലും ഒന്നും ഒരു വിഷമവും ഇവർക്കില്ല സുഹൃത്തുക്കളെ. ഇവരൊക്കെ ഓൽക്ക് കൊടുത്ത് പങ്കുവെച്ചിട്ടാണ് അവർ കൂടെ നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുമ്പോൾ നല്ല ഒരു ബന്ധം നമ്മൾ മക്കളോട് വേണം. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ വിഷമം വിചാരിക്കരുത്. ഞാൻ അങ്ങനെ ചിന്തിച്ചു നോക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും മാതാപിതാക്കളോട് ഇഷ്ടവും ബന്ധവും ബഹുമാനവും തോന്നേണ്ടത് ഇപ്പോഴാണ്. കാരണം ഇന്നത്തെ കാലത്താണ് എന്തൊക്കെ പറയാൻ കുറച്ചു കാലം മുമ്പ് ഇന്ത്യക്ക് ഒരു ചെറുപ്പകാലം ഞാൻ അടുത്ത് പരിശോധിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഇഷ്ടപ്പെട്ട ഒരു കാര്യം വാപ്പൻ്റെ മുമ്പരത്തും കിട്ടാത്തതിന്റെ പല പരാതികളും വിഷമങ്ങളും നമ്മളെയൊക്കെ പല സുഹൃത്തുക്കളും പറയലുണ്ട്. സുഹൃത്തുക്കൾ, ഇന്ന് എന്തൊക്കെയാ നമ്മളെ കുട്ടിക്ക് കൊടുക്കുന്നത്? കുട്ടികൾക്ക് ചെലവഴിക്കും. ഒരു കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാനുള്ള മാസ ഫീസ് എത്ര 4000 5000 ഒക്കെ രൂപ കൊടുത്താൽ പഠിപ്പിക്കണേ. എന്നാ നോക്ക് നിങ്ങൾ, ഇന്നത്തെ വീടുകൾ പരിശോധിച്ചാൽ കുട്ടികളൊക്കെ മാതാപിതാക്കളുടെ ശത്രുക്കൾ. എന്താ ഇത് സംഭവിച്ചു? നമ്മൾ ആലോചിക്കണം സുഹൃത്തുക്കളെ. ഇങ്ങനത്തെ ഒരു കൂടിയിരിക്കലല്ല നമ്മൾ എപ്പോഴും ആലോചിക്കുക. എന്തുകൊണ്ടാണ് കുട്ടികൾ എൻ്റെ ശത്രുവായത്? ലോകത്തുള്ള എല്ലാവരോടും നന്നായി പെരുമാറുന്ന കുട്ടി വാപ്പനോടും ഉമ്മനോടും മാത്രം ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല. 13-കാരിയായ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇന്ന് എനിക്കൊരു പരാതി കിട്ടി സുഹൃത്തുക്കളെ. വേണമെങ്കിൽ അവർ ഗൾഫിൽ നിന്ന് വരാന്ന ഒരു സംസാരത്തിന് കുട്ടിക്കൊരു ഉപദേശം കൊടുക്കാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കണത് എന്താ പ്രശ്നം അറിയോ? കുട്ടി സ്കൂൾ ഇട്ട് വന്നാൽ അമ്മാക്കും പാപ്പക്കും പേടിയാണ്. കാരണം കുട്ടി കയ്യിൽ കിട്ടിയത് എന്താ വെച്ചാൽ അതെടുത്ത് ഉപദ്രവിക്കും മാതാപിതാക്കളെ. എന്താ അങ്ങനെ ആവാൻ? കത്തിയാണെങ്കിൽ കത്തി കൊണ്ട് 13 വയസ്സായ കുട്ടി അങ്ങനെ ആവാൻ? സുഹൃത്തുക്കളെ, എന്തോ ചെറുത് നമ്മളെടുത്ത് പറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മതപരമായി തന്നെ ഉള്ള നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല സുഹൃത്തുക്കളെ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാരായിട്ടൊരു ഫാമിലി വരുമ്പോൾ നമ്മൾ ആ ഫാമിലിന്റെ കൂടെ വന്ന നമ്മുടെ കുട്ടികളുടെ അതേ പ്രായമുള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികളോട് എത്ര സ്നേഹത്തിലും പുഞ്ചിരിച്ചും സ്നേഹത്തിലാ വർത്താനം പറയണത്. എന്താ അങ്ങനെ നമ്മളെ കുട്ടികളോട് പറഞ്ഞാൽ അങ്ങനെ എന്താ നമ്മളെ കുട്ടികളോട് പറഞ്ഞു? നമ്മളെ കുട്ടികളോട് പറയുമ്പോഴേക്കാണ് നമ്മളെ മുഖം മാറുന്നു, രൂപം മാറുന്നു, സ്വഭാവം മാറുന്നു. എന്താ സുഹൃത്തുക്കൾ അങ്ങനെ? കുട്ടികൾക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഒരിക്കലും വിമർശനം എന്നതും കുറ്റപ്പെടുത്തൽ എന്നതും ഒരു കുട്ടിക്ക് ഉൾക്കൊള്ളാനേ പറ്റൂല സുഹൃത്തുക്കളെ. ഒന്നുമല്ല സ്നേഹത്തോടെ പറയാൻ പറ്റാത്തത്. എന്താ സ്നേഹത്തോടെ പറയാൻ പറ്റാത്തത്? ഇത് കുട്ടികൾ മാത്രമല്ല, എല്ലാ പെണ്ണുങ്ങളോടും നല്ലതിലേക്ക് സംസാരിക്കുമ്പോൾ ഭാര്യ പറയും, നിങ്ങൾക്ക് ഏത് പെണ്ണിനോടും വർത്താനം പറയാൻ പറ്റും, എന്നോട് മാത്രം പറ്റൂല. എന്താ കുഴപ്പം? ഭാര്യയോട് ഭർത്താവ് പറയും, ഏതാണിനോട് സംസാരിക്കുകയാണെങ്കിലും എത്ര നല്ല സ്വഭാവത്തിലാണ് നീ സംസാരിക്കുക, എന്നോട് മാത്രം എന്താ പറ്റാത്തത്? സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം ഞാൻ പറയാം. എന്താ അറിയൂ, നമ്മളെ മനസ്സിലൊക്കെ ഓരോരോ വിഷമങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും സഹോദരങ്ങളെ നീറിപ്പൊകഞ്ഞുകൊണ്ടിരിക്കുന്നു.
ഈ മാനസിക പ്രതിസന്ധിക്കുള്ള ഒരു സിംറ്റം പുറത്ത് കാണിക്കേണ്ട ഒരു ലക്ഷണം. അതിനെന്താ ലക്ഷണം? മനസ്സിൽ കിടക്കുന്ന മനോവേദനകളിൽ നിന്ന് ആ മനോവേദനകൾക്ക് നാം കാണുന്ന ആശ്വാസമാണ് ഈ പൊട്ടിത്തെറികൾ. ആരോടെ പൊട്ടിത്തെറിക്കാൻ പറ്റുള്ളൂ? കസ്റ്റമറോട് പറ്റൂല. ആരോടെ പറ്റുള്ളൂ? ഭാര്യനോട് ഭർത്താവിന് പൊട്ടിത്തെറിക്കാം, ഭർത്താവിന് ഭാര്യയോട് പൊട്ടിത്തെറിക്കാം, ഉമ്മാക്ക് മക്കളോട് പൊട്ടിത്തെറിക്കാം. കാരണം പ്രതികരിക്കാൻ പറ്റൂല. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ഭാര്യക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അപ്പൊ അവളോട് പൊട്ടിത്തെറിക്കുക. സുഹൃത്തുക്കൾ, ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനൊക്കെ ഒന്ന് തണുപ്പിച്ചിടണം. മനസ്സിനെ തണുപ്പിക്കാൻ സുഹൃത്തുക്കളെ ഫ്രീസറിൽ വെച്ച ഐസ് കട്ടകൾക്ക് പറ്റൂല. പിന്നെ ഏറ്റവും നന്നായി ഹൈയാക്കി ഉയർത്തിയ നമ്മുടെ AC-ക്കോ കൂളറിനോ പറ്റൂല. മനസ്സ് തണുക്കാൻ എന്തറിയും? മനസ്സിൽ ചില കാര്യങ്ങൾ നമ്മൾ ചില ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പടച്ചോൻ തന്നെ പറയണം. ഈ കാണീനൊക്കെ ബേജാറായി അക്ഷമ കാണിക്കുന്ന സ്വഭാവം മനുഷ്യനുണ്ട് എന്ന് അള്ളന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വ ഇദാ മസ്സഹുൽ ഖൈറു മനൂഅ. ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ, ബേജാറാകുന്ന അക്ഷമ കാണിക്കുന്ന അവസ്ഥയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ അക്ഷമയുടെ മനുഷ്യന്റെ അവസ്ഥയെ, പ്രകൃതിയെ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നു. ഇദാ മസ്സഹു ശർറു ജസൂഅ, എന്തെങ്കിലും പ്രതികൂലതകൾ അവന് വന്നാൽ അവൻ ക്ഷമകേട് കാണിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അതിനൊരു ഉദാഹരണം കണ്ടു. ഞാൻ ഇതിന്റെ മുമ്പത്തെ പരിപാടിക്ക് പ്രസംഗിക്കാൻ പോയെടുത്തു. പ്രസംഗം അങ്ങനെ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തു? നിങ്ങള് ജനറേറ്റർ അങ്ങോട്ട് പുകഞ്ഞു. അപ്പൊ ആൾക്കാരൊക്കെ പ്രസംഗം കേൾക്കാൻ ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഓപ്പറേറ്റർ എങ്ങോട്ടോ പോയി, തൽക്കാലം പ്രശ്നമൊന്നും വരൂല എന്നുള്ള നിലക്ക് ധൈര്യത്തിൽ പോയതാണ്. ഞാൻ പറഞ്ഞ ഒരു 40 മിനിറ്റോളം അവിടെ ബ്ലോക്കായി. അപ്പൊ എന്താ വെച്ചാൽ ഈ പ്രസംഗം കേൾക്കാൻ വന്നൊരു സംഘാടകരും ഇങ്ങനെ അവർ കാണിക്കുന്ന അസ്വസ്ഥത ഉണ്ടല്ലോ, അത് ശരിക്കും ഒന്ന് കാണേണ്ട സംഗതിയാണ്. ആരസ്വസ്ഥത കാണിച്ചാലും അവസാനം അതിന്റെ ടെക്നീഷ്യൻ വന്ന് 2 മിനിറ്റ് കൊണ്ട് ശരിയാക്കി കൊടുക്കുന്നത് വരെ അതിനൊരു പരിഹാരം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ എത്ര പറയണം. ഒന്ന് ഭാര്യ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു സമയം, ഒന്ന് ഒരുങ്ങി പുറപ്പെടാൻ ഇങ്ങനെ പുറത്തിറങ്ങിയാൽ വണ്ടി സ്റ്റാർട്ടാക്കി എന്തൊക്കെയാ പറയാ സുഹൃത്തുക്കളെ. ഒരു കുട്ടി സ്കൂൾക്ക് പുറപ്പെടാൻ അല്പം നേരം വൈകിയാൽ ആ കുട്ടിനെ എന്തൊക്കെയാണ് ഒരു ഉമ്മ പറഞ്ഞാൽ ഒരു അരമണിക്കൂറുണ്ട്. സുഹൃത്തുക്കളെ, എവിടുന്നാണ് ഇതൊക്കെ വരുന്നത്? നിങ്ങള് ഈ കുട്ടി ചെയ്യുന്ന കുട്ടികളിങ്ങനെ അന്തം മുടി നിൽക്കും. അതിനകത്തിനിപ്പോ ഞാൻ എന്താ ചെയ്തത്? ആ കുട്ടിയാണ് കുട്ടിക്ക് പിടുത്തം കിട്ടില്ല. എന്റെ +2 പഠിക്കുന്ന മോള് കഴിഞ്ഞ ദിവസം വന്നിട്ട് എല്ലാ കുട്ടികളുണ്ടല്ലോ, പെൺകുട്ടികളാകുമ്പോൾ എല്ലാ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ഹിസ്റ്ററിയും ഉമ്മാനോടും വാപ്പനോടും പറയും. അത് കേൾക്കണം കേട്ടോ, നിങ്ങൾ ദേഷ്യം പിടിക്കാതെ കേൾക്കണം. അതിന് ആ കുട്ടി ചെയ്യുന്ന എല്ലാ നല്ലതും ചീത്തയും ഒക്കെ അന്നത്തെ റിപ്പോർട്ട് കംപ്ലീറ്റ് കിട്ടും. ഇപ്പൊ എന്താ മോള് വന്ന് പറഞ്ഞു തരുന്നത്? ഇന്ന് മാഷ് എല്ലാരെയും അടിച്ചു, എന്നെ അടിച്ചു, +2 കുട്ടികളെ. അപ്പൊ ഞങ്ങളൊക്കെ തമ്മിൽ പറഞ്ഞെന്താ വെച്ചാൽ മാഷ് ഭാര്യനോട് തെറ്റിപ്പോന്നതായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ മനസ്സിലാക്കാൻ? നിങ്ങൾ പഠിക്കാഞ്ഞിട്ടായിക്കൂടെ? അപ്പൊ ഈ മാഷിനല്ലേ എന്നും ക്ലാസ് എടുക്കുന്നത്. അന്ന് ഇതിനേക്കാളും വലിയ കുരുത്തകൾ ഞങ്ങൾ കാട്ടിയാലും മൂപ്പര് അടിക്കലില്ല. അപ്പൊ സുഹൃത്തുക്കളെ, കുട്ടികൾക്ക് മനസ്സിലാകുന്നു എന്തോ ഈ ദേഷ്യത്തിന് പിന്നിലും ഈ കോപത്തിന് പിന്നിലും മറ്റെന്തോ ഉണ്ട്. അള്ളന്നെ വിശദീകരിക്കുന്നു. നിങ്ങൾ ഈ അച്ചമ്മക്ക് പിന്നിൽ എന്താ ഉള്ളത്? ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ, ഒരു പ്രതികൂലത വന്നാൽ അവൻ അക്ഷമ കാണിക്കുന്നവനാകും. വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ, തിന്മ വരുമ്പോൾ ആ തിന്മയുടെ സ്വാധീനത്തിൽ പ്രതികരിക്കുന്നവരെന്തേ? നന്മ വരുമ്പോൾ ആ നന്മക്കനുസരിച്ച് പ്രതികരിക്കാത്ത എന്താ? നാളെ ഒരു ₹1,00,000 നമ്മളെ കയ്യിൽ കിട്ടിയ സുഹൃത്തുക്കളെ എന്താണ്? അതാരും അറിയാതെ പോക്കറ്റിലേക്കുക. ഒരു ഹൈറ് വരുമ്പോ ഒരു 10 കേറെ കൊടുക്കുക. നമ്മള് എന്താ തോന്നാത്ത സുഹൃത്തുക്കളെ? ഒരു സന്തോഷം വരുമ്പോൾ, കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ നടന്നു പോകുമ്പോൾ എന്താണ് ഒരു നന്ദിയുടെ വാക്ക് മുഖത്ത് വരാത്തത്? മനുഷ്യൻ അങ്ങനെയാണ്. പ്രതികൂലതകളിൽ അവൻ വല്ലാത്ത അസ്വസ്ഥനാണ്, അനുകൂലതകളിലോ അനുകൂലമായ പ്രതികരണങ്ങളൊന്നുമില്ല. സുഹൃത്തുക്കളെ, ഈ അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അല്ലാഹു പറയുന്നത്. ഒന്നാമത്തെ എന്താ? നിങ്ങള് ഇല്ലൽ മുസല്ലീൻ, ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരൊഴികെ. അപ്പൊ നിസ്കരിച്ചിട്ട് ഇത് മാറുകയാണെങ്കിൽ നമുക്കൊക്കെ മാറണ്ട്. ഇശാ മഗ്‌രിബ് അടക്കം നിസ്കരിച്ചല്ലേ നമ്മൾ ഇരിക്കണേ. സുഹൃത്തുക്കളെ, നിസ്കരിക്കുക എന്നുള്ളൊരു വാക്കും അവിടെ നിർത്തിയില്ല. അടുത്ത വാക്ക് എന്താ? നിസ്കാരത്തെ ഒന്ന് വിശദീകരിച്ചു. ഇല്ലൽ മുസല്ലീൻ അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവർ നിസ്കാരത്തിൽ അതിന്റെ മുഴുവൻ നിബന്ധനകളോടെയും ശരിയായി നിർവഹിക്കും. ഞാൻ പറയണം, ആ തക്ബീർ തീറാൻ കെട്ടി സലാം വീട്ടുന്നത് വരെ സുഹൃത്തുക്കൾ, ആ പറയുന്ന ഓരോ വാക്കിനും എന്തുമാത്രം ആശയങ്ങളും അർത്ഥമുണ്ട്. വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ആ അർത്ഥം മനസ്സിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ
അതല്ലാത്ത മറ്റൊന്നും മനസ്സിക്ക് വരൂല. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഒരു നിസ്കാരം, നാളത്തെ ഒരു സുബ്ഹ് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ ആ പ്രാർത്ഥനകളുടെ അർത്ഥങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ച് നോക്കാൻ പറഞ്ഞോടത്ത് കണ്ണു നോക്കി ശരീരത്തിനെയും മനസ്സിനെയും ഒരല്പസമയം നിശ്ചലമാക്കി നിർത്താൻ നമുക്ക് പറ്റിയാൽ സുഹൃത്തുക്കളെ, ആ സലാം വീട്ടുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതിയുണ്ട്. അത് വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റാത്തതാണ്. അത് മനസ്സിനെ തണുപ്പിക്കും, മനസ്സിനെ പുതിയൊരു ലോകത്തേക്ക് നയിക്കും. നിസ്കാരത്തിന് ഒരു വിശ്വാസിക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിസ്കാരമാണ്. സുഹൃത്തുക്കളെ, എന്താ ഇതിന് സുഖം? ആ ലുഹ്ർക്ക് വന്നാൽ അസറിന്റെ സമയത്ത്, മഗ്രിബിന്റെ സമയത്ത്, സുബഹിക്ക് എഴുന്നേറ്റാൽ ആ കിട്ടുന്ന ഒരു നിർവൃതി. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമുൻ വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. മനസ്സിന്റെ അസ്വാസ്ഥ്യങ്ങൾക്ക് ഒരു കാരണം കേട്ടോ നിങ്ങൾ സുഹൃത്തുക്കളെ? ഇത് കേട്ടോ, സമാധാനം കിട്ടൂല സഹോദരൻ. മുറ്റത്തും കൂടി ടൈൽസ് ഇട്ട് കുട്ടികൾക്കൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി നമ്മുടെ സ്വന്തം ചോരയിൽപ്പെട്ട ആളുകൾ ജീവിതത്തിന് നിവൃത്തിയില്ലാതെ ആശുപത്രിയിൽ കൊടുക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ, അത് നമ്മുടെ ഉടപ്പറപ്പുകളാണ്, കൂടപ്പറപ്പുകളാണ്. അവർക്ക് നമ്മുടെ സമ്പത്തുനിന്ന് ഒരു വിഹിതം മുറിച്ചു നൽകാതെ നമ്മുടെ മനസ്സ് നമ്മളെ പൊറുതിയോടുകൂടെ കിടക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് മൊത്തം സമ്പത്ത് കണക്ക് കൂട്ടി അവകാശപ്പെട്ടവന്റെ അവകാശം കൊടുക്കാത്ത കുറ്റബോധം ഉള്ളിലുള്ള പണമുണ്ടല്ലോ സുഹൃത്തുക്കളെ, ആ പണം നിങ്ങളെ സ്വൈരം കെടുത്തും, നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും പതപ്പിച്ചു നിർത്തും, നിങ്ങളെപ്പോഴും രോഷാകുലരാകും. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ സംയമനത്തെ പിടിച്ചു നിർത്താനാവാതിരിക്കും. ഒരു സംശയവും വേണ്ട സുഹൃത്തുക്കൾ. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആലോചിച്ചോളി, ഒരു കൃത്യവിഹിതം മുസ്ലിം, ഞാൻ അങ്ങനെ പറയും, ആളുകൾ ഭയങ്കര പിരിവും കാര്യങ്ങളൊക്കെ. ഞാൻ പറയാം, ഞങ്ങളുടെ പള്ളിയുടെ ടൗണിലെ പള്ളിയിൽ ഒരാളോട് പോലും ഒരു ചോദ്യം ഫോൺ ചെയ്ത് ചോദിക്കാതെ ആളുകൾ കൊടുന്നു വരുന്ന സക്കാത്തിന്റെ പൈസ എന്റെ കണക്ക് പ്രകാരം ഒരു 14 ലക്ഷം രൂപ എല്ലാ വർഷത്തിലും കിട്ടും. 2 പാവപ്പെട്ടവർക്ക് ഒരു സമ്പൂർണ്ണ വീട് ഞങ്ങൾ നിർമ്മിക്കും. ഭക്ഷണത്തിന് നിവൃത്തിയില്ലെന്ന് പറയുന്നവർക്ക് മാസത്തിലൊരു സംഖ്യ നമ്മൾ എത്തിച്ചു കൊടുക്കും. സ്ഥിരം മരുന്ന് കഴിക്കുന്നവർക്കും ഒരപേക്ഷകനെയും ഫണ്ടില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങളുടെ പള്ളി പരിസരത്തുള്ള. ഞാൻ ചോദിക്കുന്നത് 2% ആളുകൾ ഞങ്ങൾക്ക് സക്കാത്ത് തരുന്നില്ല, 2%. അപ്പൊ സുഹൃത്തുക്കളെ, 100% ആളുകൾ സക്കാത്ത് തന്നാൽ ഇവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നേയില്ല, പ്രയാസത്തിന്റെ ഒരു പ്രശ്നം ഉദിക്കുന്നേയില്ല. എന്നാൽ സുഹൃത്തുക്കളെ, കൊടുക്കേണ്ട അവകാശങ്ങളെ അത് ടൈൽസായി, AC ആയി, കരണ്ടായി, ജീവിത സൗകര്യങ്ങളായി അനുഭവിക്കുന്നവരെ നിങ്ങളുടെ മനസ്സ് ശാന്തമായി വിശ്രമിക്കാൻ നിങ്ങളെ അനുവദിക്കയില്ല, നിങ്ങളെ അനുവദിക്കയില്ല. വേറെ പ്രശ്നമൊന്നുമല്ല സുഹൃത്തുക്കളെ, കൊടുത്തോളി. സാമ്പത്തിക രംഗത്തെ അരാജകത്വങ്ങൾ മനസ്സിന് സ്വസ്ഥത തരൂല. കടം വീട്ടാനുള്ള പലിശയെ കുറിച്ചുള്ള മനോവേദനകൾ, അനർഹമായി പിടിച്ചു വെക്കപ്പെട്ടത്, അതിരു തിരക്കി പിടിച്ചത്, പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് സഹോദരങ്ങളോട് വഴക്കടിച്ചു വാങ്ങിക്കൂട്ടിയ 1 സെന്റ് ഭൂമി ഉണ്ടല്ലോ, അത് സ്വസ്ഥമായി കിടക്കാൻ നമ്മളെ സമ്മതിക്കൂല. ഒരു വിശ്വാസി പരിശുദ്ധനാകുമ്പോൾ മാത്രമേ മനസ്സ് സ്വസ്ഥാവൂ. ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം. പിന്നെ സുഹൃത്തുക്കളെ, അടുത്തത് എന്താ? എന്തിനാ ബേജാറ്? എന്താ അറിയോ സുഹൃത്തുക്കളെ? പരലോകം ബോധ്യപ്പെടുക എന്നുള്ളതാണ് അടുത്തത്. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. പരലോകം ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, എന്താ വേദന? എല്ലാ നഷ്ടങ്ങളും. എന്റെ ഭാര്യ ഞാൻ വിചാരിച്ച ഭാര്യയായില്ല, ഭർത്താവ് ഞാൻ വിചാരിച്ച ഭാര്യയായില്ല, എന്റെ കച്ചവടം ഞാൻ വിചാരിച്ച, ഒന്നും വിചാരിച്ച മാതിരി ആവൂല സുഹൃത്തുക്കളെ. വിചാരിച്ച മാതിരി ആകാതെ സ്വർഗം ഇവിടെ ആർക്കെങ്കിലും വിചാരിച്ച പോലെ ഉണ്ടോ നിങ്ങളും ചോദിച്ചു നോക്കി? ആർക്കില്ല, ആർക്കില്ല സുഹൃത്ത്. ഞാൻ എപ്പോഴും ചിന്തിക്കൽ എന്താ അറിയാം, ഓരോരുത്തരും ഇങ്ങനെ കാണുമ്പോൾ പടച്ചോനെ ഇവർക്കൊക്കെ എന്ത് സുഖമാണ്, നമ്മളെ കാര്യം എന്താണെന്ന് എല്ലാവരും ചിന്തിക്കുക. എന്നാ ഓനെന്ന് അടുത്ത് പിടിച്ച് ചോദിച്ചാൽ മതി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ സ്ഥിരമായി എന്റെ ക്ലാസ്സിന് വരുന്ന നല്ല സുമുഖനായ ഒരു പ്രൊഫഷണലായ ഒരാളുണ്ട്. അപ്പൊ ഞാൻ ഈ അടുത്ത സമയത്തായിട്ട് ക്ലാസ്സിന് കാണാത്തപ്പോൾ ഞാനോട് ചോദിച്ചു, എന്താണ് അയാൾ ക്ലാസ്സിന് വരാത്തതെന്ന്. സുഹൃത്തുക്കളെ, എന്റെ മനസ്സിന്റെ ചിത്രം തന്നെ മാറി. ഒരു ആക്സിഡന്റ് ആയിട്ട് അയാളെ വൈഫിന് ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റൂല, ജോലിയിൽ ചില പ്രതിസന്ധികളുണ്ട്, സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കേൾക്കുമ്പോൾ ഓരോന്ന് കേൾക്കുമ്പോഴും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നമ്മുടെ മനസ്സ് പറയും, പടച്ചോനെ നമ്മൾ എത്ര സൗഭാഗ്യവാന്മാരും. സുഹൃത്തുക്കളെ, ഒരു കുട്ടിക്ക് അംഗവൈകല്യം അല്ലെങ്കിൽ അപ്പുറത്തൊരു പ്രശ്നം, സാമ്പത്തികം, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. സുഹൃത്തുക്കളെ, ഈശത്തുൽ റാളിയത്ത് നാളെ പരലോകത്താണ്.
അതുകൊണ്ട് പടച്ചോനെ ഞാൻ ഇവിടെ എന്താച്ച സഹിച്ചോണം, എനിക്ക് സ്വർഗം തരുന്നോർത്ത് നീ എന്നോടൊരു വീഴ്ച വരുത്തരുതേ എന്ന് സുഹൃത്തുക്കളെ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്താ അസ്വസ്ഥതയുള്ളത്? മനസ്സ് ശാന്തമായി കിടക്കും. പിന്നെ മനസ്സിന്റെ ഏറ്റവും വലിയ ബേജാർ എന്താ? നിങ്ങൾ കെട്ടിക്കാനുള്ള മകളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടു പോകുന്ന ജോലിയൊന്നുമല്ല, നരകത്തി പോകരുത് എന്ന്. നരകത്തി പോകരുത് എന്താ സുഹൃത്തുക്കളെ? നരകത്തി പോകരുത് എന്നാണ്. ഷുഗർ നോക്കുമ്പോൾ ഡോക്ടർ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കളാന്ന് പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ട്, കിഡ്നിക്ക് ചെറിയ പ്രശ്നമുണ്ട് എന്ന് റിസൾട്ടിൽ കണ്ടാൽ തൽക്കാലം നമ്മൾ ഷുഗറിന്റെ പ്രശ്നങ്ങൾ മറക്കൂലേ? നാളെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയേക്കാളും വലുതെന്താ സുഹൃത്തുക്കളെ? ചുട്ടുതിളക്കുന്ന വെള്ളത്തിനും നരകത്തിനും ഇടയിൽ അവർ ചുറ്റിക്കൊണ്ടിരിക്കും. പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചു വിളിക്കുന്ന നരകം. അലൈഹിം നാറും മുഅ്സദ ഫീ അമദിൻ മുമത്തദ, അടച്ചുപൂട്ടപ്പെട്ട നരകം. സുഹൃത്തുക്കൾ, ആ നരകം മനസ്സിലുണ്ടെങ്കിൽ തൽക്കാലം ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും വല്ലാതെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തൂല. ആ നരകവും സ്വർഗവും നമ്മുടെ പേടിയും ആഗ്രഹവുമായി മാറും. ഇനി ഒന്ന് പറയാം, അത് പറയലാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അടുത്തെന്താ പറഞ്ഞത്? ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ സൂക്ഷിക്കേണ്ട കാര്യം. സുഹൃത്തുക്കളെ, സദാചാര രംഗത്ത് നമുക്കൊക്കെ വീഴ്ച വരുന്നുണ്ടോന്ന് നല്ലോണം നിങ്ങൾ നോക്കണം. കാരണം എന്താ, വെറുതെ നമ്മൾ പിന്നെ ഖുർആനെ കുറിച്ചൊരു കാര്യം സെർച്ച് ചെയ്യാൻ വേണ്ടി വെറുതെ നമ്മളൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അടിച്ച ടെക്സ്റ്റിനായിട്ട് ഒരു ബന്ധമില്ലാത്ത വീഡിയോസും ചിത്രങ്ങളും വൃത്തികേടുകളും വരുന്നത് നമ്മൾ തന്നെ കാണുന്നു. അപ്പോൾ ഈ ലോകത്തിന്റെ അവസ്ഥ എന്തേക്കാരം? നമ്മൾ ചിന്തിച്ചോക്കെ സുഹൃത്തുക്കളെ, ഈ അന്യ ആണും അന്യ പെണ്ണും തമ്മിലുള്ള അവിഹിതമായ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, അത് മനസ്സിനെ മലിനമാക്കുന്ന പോലെ മറ്റൊന്നും മനസ്സിനെ മലിനമാക്കില്ല. ഈ നുണപരിശോധന എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കേണ്ട അവസ്ഥയിലായിട്ട്. എന്താ സുഹൃത്തുക്കൾ നുണപരിശോധന? കളവ് പറയുമ്പോൾ മനുഷ്യനിൽ പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഇതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഈ അവിഹിത ബന്ധങ്ങളുണ്ടല്ലോ, ഇതാണ് നമ്മുടെ കുടുംബങ്ങളെയും ബന്ധങ്ങളെയും തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ എന്റെ ഭാര്യക്ക് തോന്നുകയാണ് ഇയാൾക്ക് ആരൊക്കെ ഏതൊക്കെയോ പെണ്ണുങ്ങളുമായി അവിഹിതമായ ചില ബന്ധമുണ്ടെന്ന്. എന്റെ ഭാര്യന്റെ മനസ്സിൽ ഒരു സംശയം കുടുങ്ങിയാൽ സുഹൃത്തുക്കളെ തീർന്നു. ഞങ്ങൾ രണ്ട് തടിയായിട്ടൊരു കട്ടിലുമ കിടക്കുന്നല്ലാതെ മനസ്സിന്റെ ബന്ധങ്ങൾ അവസാനിച്ചു. മനസ്സിന്റെ ബന്ധങ്ങൾ അവസാനിച്ചു. ആളുകളൊക്കെ സാധാരണ വലിയ തെറ്റിദ്ധാരണ പറയാറുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങളൊരു ഈ ഇസ്ലാമികമായ ഒരു വേഷം ഒരു സ്ത്രീ ധരിക്കണം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സുഹൃത്തുക്കളെ. അവളുടെ സുരക്ഷ അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അവളുടെ സുരക്ഷയെക്കാളും രാവിലെയും വൈകുന്നേരം ഈ നടന്നു പോകുന്ന നമ്മളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ, മനസ്സുക്ക് കുറ്റബോധത്തിന്റെയും വിഷമത്തിന്റെയും തിന്മകളെ വാരി എറിയുകയാണ് ഈ കാഴ്ചകൾ. എന്താ ഒരു സ്ത്രീ അവൾ നല്ലൊരു വസ്ത്രം ധരിച്ച് നല്ല ഒരു നിലക്ക് അവള് അത്ര മറ്റുള്ളവന്റെ മനസ്സിൽ ആകർഷണീയമായൊരു വസ്ത്രം ധരിച്ചിട്ടുള്ളത് ഒരു സമാധാനത്തിന്. എന്റെ സുഹൃത്തുക്കൾക്ക് പറയാനുള്ളത്, ഒരു നിലക്കും അവിഹിതമായ ബന്ധങ്ങൾ സുഹൃത്തുക്കളെ വന്നു പോകുന്നതിന് നിങ്ങൾ നല്ല സൂക്ഷിക്കണം. അപ്പൊ നോക്ക്, നിങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ, ആണുങ്ങളെ മനസ്സിൽ ഒരു പെണ്ണോ പെണ്ണിന്റെ മനസ്സിൽ ഒരു ആണോ അവിഹിതമായി സ്വാധീനിക്കപ്പെടുകയും അവളെ കുറിച്ച് നമ്മളിങ്ങനെ ഇടയ്ക്ക് അവനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് മലിനമാണ് സുഹൃത്തുക്കളെ. ആ മലിനമായ കുറ്റബോധത്തിന്റെ മനസ്സ് അടങ്ങിക്കിടക്കില്ല, അത് പൊട്ടിത്തെറിക്കും, യാതൊരു സംശയവും വേണ്ട സുഹൃത്തുക്കളെ. മനസ്സിന് ഒരു സ്വസ്ഥത തരാൻ അത് പറ്റൂല. ഞാൻ പറഞ്ഞത് സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ കാത്തു സൂക്ഷിക്കണം. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അവിടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും. എങ്ങനെ സുഹൃത്തുക്കൾ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുക? മറ്റു തിന്മകളൊക്കെ നമുക്ക് തടുത്തു വെക്കാൻ പറ്റും. എന്നാൽ വൈകാരികതയെ ഹലാലായ അനുവദനീയമായ വഴിക്ക് തിരിച്ചു വിട്ടാലേ പറ്റൂ, അല്ലെങ്കിൽ പറ്റൂല. എന്നൊരു സുഹൃത്ത് ഫോൺ ചെയ്തു. അപ്പൊ ഞാൻ കുറച്ച് തിരക്കില്ല, എന്തായാലും എത്ര തിരക്കാണെങ്കിലും ഒരു 2 മിനിറ്റിനോട് സംസാരിക്കും. അപ്പൊ അയാൾ പറഞ്ഞു, കഴിഞ്ഞ റമദാനിലെ വ്രതത്തിനു ശേഷം ഞാനൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു, ആ പ്രതിജ്ഞ ഇപ്പോൾ തെറ്റി. അപ്പൊ എന്ത് ചോദിച്ചു? ഞാൻ പറഞ്ഞു, ഞാനൊരു റപ്പാണ്, സാധാരണ ഈ പിന്നെ മെഡിക്കൽ ഫീൽഡിലൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഒരിക്കലും അന്യ സ്ത്രീകളുമായി അവിഹിതമായൊരു നോട്ടമോ
പ്രവർത്തനങ്ങളോ ഉണ്ടാവരുതേ എന്ന് ഞാൻ തീരുമാനിച്ചതാണ്, എന്റെ സൂക്ഷ്മതന്റെ ഭാഗമായിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിലൊരു വീഴ്ച വരുത്തി. അതുകൊണ്ട് എനിക്ക് സാധിക്കില്ലെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഞാൻ പരാജയപ്പെട്ടു പോകും, ഞാനൊരു നരകക്കാരനായി പോകും, എന്റെ പരലോകം നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ അയാൾ ചോദിച്ചു. അപ്പൊ ഞാൻ വെറുതെ അയാളോട് ചോദിച്ചു, നിങ്ങളും ഭാര്യയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അപ്പൊ അയാൾ പറഞ്ഞെന്തരും, അയാൾ പറഞ്ഞ്, 1 കൊല്ലമായി ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നുവെങ്കിലും യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഇല്ല. ഞാൻ പറഞ്ഞു, പൊന്നു സുഹൃത്തെ, നിങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കാൻ, നിങ്ങളുടെ വിശ്വാസവും ഈമാനിനോടും നോമ്പിനോടും ഒപ്പം നിങ്ങളുടെ വൈകാരികത നിർവഹിക്കാൻ നിങ്ങളോട് സഹകരിക്കുന്ന നിങ്ങളുടെ ഭാര്യ നിങ്ങളോടൊപ്പം ഉണ്ടാവുക എന്നത് അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് വിവാഹത്തെ കുറിച്ച് പറഞ്ഞ യാ മഹശറ ശബാബ് മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, യുവ സമൂഹമേ, നിങ്ങൾക്ക് പ്രായപൂർത്തിത്വങ്ങൾ കല്യാണം കഴിക്കണം. സുഹൃത്തുക്കളെ, വികാരങ്ങളെ അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റൂല. അതിനെ അനുവദനീയമായ വഴിക്ക് വിടാൻ അനുവദിക്കും. അത്ഭുതം സംഭവിച്ച് 5-6 മാസം കഴിഞ്ഞപ്പോൾ ഇയാളെന്നെ എന്നെ വിളിക്കണം. പക്ഷെ അയാളാണെന്ന് ഒരിക്കലും എന്നോട് പറഞ്ഞില്ല. അയാൾ എന്നോട് പറഞ്ഞു, ഞാനും ഭാര്യയും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഒരല്പസമയം മതപരമായ ഒരു ഉപദേശം കിട്ടാൻ നിങ്ങൾ വരണം. അങ്ങനെ അയാൾ വീട്ടിൽ വന്നു, ഞാൻ സംസാരിച്ചു, കുറെയൊക്കെ പരിഹരിച്ചു. പോകുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ മുമ്പൊരിക്കൽ നിങ്ങൾക്ക് ഫോൺ ചെയ്തിരുന്നു വേറൊരു പ്രശ്നത്തിന്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, പിന്നീട് ഒരിക്കലും അവരെന്നെ വിളിക്കണം 2 ആഴ്ച കഴിഞ്ഞാന്ന് ഞാൻ പറഞ്ഞിട്ടും എന്നെ വിളിക്കാത്തത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ആ ബന്ധം ഇന്ന് സ്മൂത്തായിട്ട് പോകുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, ഈ സദസ്സിൽ പരസ്യമായി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സിൽ മറ്റൊരു സ്ത്രീ ഇല്ലെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ ഭാര്യനെ അനുഭവിക്കാൻ പറ്റൂ. എന്റെ ഭാര്യയുടെ മനസ്സിൽ മറ്റൊരു പുരുഷനില്ലെങ്കിലേ വിഹിതമായ ഞങ്ങളുടെ മാനസിക ശാരീരിക ബന്ധങ്ങളെ അവൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. സുന്ദരികളായ ഭാര്യമാരും നല്ല സ്നേഹത്തോടുകൂടെ ജീവിക്കാൻ പറ്റിയ എത്ര ദാമ്പത്യമാണ് സഹോദരങ്ങളെ. വ്യഭിചാരത്തിന്റെ അവിഹിത ചിന്തകൾ എത്രയെത്ര അനുഗ്രഹങ്ങളെയും ആസ്വാദനങ്ങളെയും ദമ്പതിമാർക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നത് ഞാനും നിങ്ങളും ഇന്നത്തെ രാത്രിയെങ്കിലും മറന്നു കിടന്ന് ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് സ്നേഹത്തോടെ എത്തിച്ച് എല്ലാം നിനക്ക് അനുവദനീയം എന്ന് പറഞ്ഞ് ഏത് ഡ്രസ്സിലും കാണാൻ പറ്റുന്ന, ഏതു നിലക്കും അണിഞ്ഞൊരുങ്ങി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കാൻ പറ്റുന്ന സ്വന്തം ഭാര്യയെ ഒന്ന് കൺകുളിർക്കി ആസ്വദിക്കാനോ ഒന്ന് അനുഭവിക്കാനോ പറ്റാത്ത എത്ര ഹതഭാഗ്യം സുഹൃത്തുക്കളെ. ഒരു വിശുദ്ധ ജീവിതം, ഒരു വിശുദ്ധ ദാമ്പത്യത്തെ നമുക്ക് തിരിച്ചു നൽകും. സംശയങ്ങളില്ലാത്ത ഒരു ജീവിതം, വിശ്വസ്തമായ ഒരു ദാമ്പത്യ ബന്ധത്തെ തിരിച്ചു കൊണ്ടുവരും. സുഹൃത്തുക്കളെ, നമുക്ക് നന്നായിക്കൂടെ? ഞാൻ പറയും, എന്തിനിപ്പോ ഇതൊക്കെ പറയണത്? ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടുന്നൊക്കെ നിങ്ങൾക്ക് ഇസ്ലാമികമായ ഉത്ബോധനം കേൾക്കാൻ പറ്റൂ, അതൊക്കെ നിങ്ങളാണ് കേട്ടാൽ മതി. നിങ്ങളൊരു മനഃശാസ്ത്ര ഗ്രന്ഥവും വായിക്കണ്ട, മക്കളെ വളർത്തുന്ന പുസ്തകവും വായിക്കണ്ട, ഒന്നും വായിക്കണ്ട. സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ പഠിച്ചോ നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളും നന്നായി തീരുമെന്ന് ഉറപ്പാണ്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഞാൻ വെറുതെ പറയല്ല. ഈ 2ാമതൊരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ഒരഭിപ്രായം പറഞ്ഞതുള്ളൂ ഒരു സുഹൃത്ത്, മനസ്സിലായി. അപ്പോഴേക്കിന് ഭാര്യ പ്രകോപനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് എന്ത് ചോദിച്ചാൽ അപ്പൊ ഏതായാലും ഞാൻ 2ാമത്തെ കല്യാണമൊക്കെ പിന്നെ ഞാൻ ആലോചിക്കുള്ളൂ. ഏതായാലും ഇതുവരെ ഉണ്ടായ ഞങ്ങളുടെ ബന്ധം തകരാറായി, അതൊന്ന് ശരിയായി കിട്ടിയാൽ മതിയെന്ന് അയാൾ പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഈ കാര്യത്തിനോട് സംസാരിച്ചപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഇന്നും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അയാൾ പറഞ്ഞെന്താ വെച്ചാൽ, നിങ്ങൾക്കറിയോ ഉസ്താദെ, ഞങ്ങൾ ഈ ഖുർആനും ഇതൊക്കെ മുസ്ലിങ്ങളാണെങ്കിലും ഞങ്ങൾ ഇതൊന്നും കേൾക്കെ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇയാള് ജിദ്ദയിൽ പോയി അവിടുന്ന് ആരൊക്കെ പ്രസംഗം കേട്ട് അവിടുന്ന് സീഡിയൊക്കെ എനിക്ക് കൊണ്ടുവന്ന് അതൊക്കെ ഞാൻ കേട്ട് എന്ത് ചെയ്തു നിങ്ങള്? സത്യമാണ് ഞാൻ കൂടെ പറഞ്ഞത്. ഞങ്ങളിപ്പോ ഒരു 2-3 കൊല്ലായിട്ട് ഒരു പുതിയ കല്യാണം കഴിഞ്ഞ ഒരു കുടുംബം എങ്ങനെ ജീവിക്കണം അങ്ങനെ ഞങ്ങൾ ജീവിക്കണം. കഴിഞ്ഞ 20 കൊല്ലത്തെ 10-17 കൊല്ലം ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് ദീന് കിട്ടിയപ്പോൾ പടച്ചോനെ കുറിച്ചുള്ള പേടി, പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസവും ദീനും ജുമാക്കുള്ള ഖുതുബയും പ്രസംഗവും ഒക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റാത്ത ഒരു പുനർവിവാഹത്തിന്റെ അനുഭൂതിയിലാണ് ഞങ്ങളിപ്പോ ഞങ്ങളെ കുട്ടികളും ഞങ്ങൾ ജീവിക്കുന്നത്. അതിലൊരു ചെറിയ വിഷമം വന്നപ്പോഴാണ് ഞാൻ വല്ലാതെ തളർന്നു പോയത്. പഴയ കോലത്തിലുള്ള ജീവിതമാണെങ്കിൽ എനിക്ക് ഇയാളെ എത്ര കെട്ടിയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അന്നത്തെ ഒരു ജീവിതമാണെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞു. സുഹൃത്തുക്കളെ കേട്ടോളൂ, ഇതപ്പൊ കൊടുക്കണ്ടല്ലോ 5 മിനിറ്റ്. ഇപ്പൊ 200 ചില്ലാനം ദിവസമായി 5 മിനിറ്റ് പ്രഭാഷണം.
നേർവഴി എന്ന് പറയും. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ഓരോ പ്രഭാതത്തിലും വാട്സപ്പിലൂടെ അത് ഫോർവേഡ് ചെയ്യുന്നത്. നേർവഴി 5 മിനിറ്റ് പ്രഭാഷണം. സുഹൃത്തുക്കളെ, കുടുംബമുണ്ടതിൽ, സാമൂഹിക ബന്ധങ്ങളുണ്ടതിൽ, നമ്മുടെ രാഷ്ട്രമുണ്ടതിൽ, വ്യക്തി ജീവിതമുണ്ട്, എല്ലാം ഉൾക്കൊള്ളുന്നു. കേൾക്കല്ലാതെ ഒരു പരിഹാരമില്ല. സുഹൃത്തുക്കളെ, ഭാര്യനെ കേൾപ്പിച്ചോളിയും, ഭർത്താവിനെ കേൾപ്പിച്ചോളിയും, മക്കളെ കേൾപ്പിച്ചോളിയും, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു നല്ല ധാർമ്മിക ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സുഹൃത്തുക്കളെ, സന്തോഷവും ആഹ്ലാദകരവുമായ ഒരു ജീവിതം നമുക്ക് പുലരുമെന്ന് ഉറപ്പാണ്. എല്ലാ ബന്ധങ്ങളെയും ആ നിലക്ക് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. സുഹൃത്തുക്കളെ, മാതാപിതാക്കളുമായുള്ള ബന്ധവും മക്കളുമായുള്ള ബന്ധവും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ ഈ ആയത്തിന്റെ അർത്ഥം നമുക്ക് മുഴുവൻ കേൾക്കാം. എല്ലാ ആളുകളെ കുറിച്ച് അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കണം. സുഹൃത്തുക്കൾ, നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ബന്ധുക്കളെ ശ്രദ്ധിച്ചാൽ അതോടുകൂടെ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. വൽയതാമ, അനാഥ. ആരെങ്കിലും കുടുംബത്തിൽ ഒരു അനാഥ കുട്ടി ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ പാഴാക്കി. ഞാൻ എൻ്റെ സഹോദരിമാരുടെ പറഞ്ഞു, അനാഥന്റെ വേദന ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. ഒരു അനാഥ കുട്ടിന്റെ വേദന. ഒരു വാപ്പ മരിച്ചുപോയി. അപ്പൊ അയൽപ്പക്കത്തെ തൊട്ടടുത്ത വീട്ടുകാരൻ മോട്ടോർ ബൈക്കിൽ കുട്ടികളെ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കണ്ണിൽ വെള്ളം നിറച്ച 5 വയസ്സുകാരൻ വിധവയായ ഉമ്മയോട് പറഞ്ഞു, നമ്മളെ ഇനിയിപ്പോ ആരും ഇങ്ങനെ കൊണ്ടുപോകില്ലല്ലോ. വാപ്പ മരിക്കോളം അവനും ബൈക്കിൽ കയറി പോയിരുന്നു. സുഹൃത്തുക്കളെ, ഒരു അനാഥന്റെ മനസ്സുണ്ടല്ലോ, അത് നമ്മൾ മാസത്തിലൊരു സംഖ്യ അയച്ചു കൊടുത്താൽ കിട്ടുക. ഒരു അനാഥനെ 6 ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിനെ എൻ്റെ അടുത്ത് കൊടുന്ന് ഞാൻ ഓർക്കണം. എന്താ അറിയാം, അവന്റെ മാനസിക അസ്വാസ്ഥ്യം. കാരണം എന്താ അറിയുന്നത്, അവൻ ജനിക്കുന്നതിന് മുമ്പ് അവന്റെ വാപ്പ മരിച്ചു. അവൻ ഗർഭത്തിലാവുമ്പോൾ അങ്ങനെ അവൻ ജനിച്ചു. വളർന്നു വന്ന് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാ കുട്ടികളും വാപ്പനെ കുറിച്ച് പറയുമ്പോൾ അവനും വാപ്പനെ കാണാൻ ആഗ്രഹം. അവൻ ഉമ്മനോട് വാശി പിടിച്ചു, എനിക്ക് വാപ്പനെ കണ്ടേ പറ്റും. അങ്ങനെ ഉമ്മ അലമാരയിൽ തെരഞ്ഞ് അവസാനം കല്യാണ ഫോട്ടോയിലെ ഒരു ഫോട്ടോ എടുത്തു കൊടുത്തു. ഇതാണ് നിന്റെ വാപ്പ. സുഹൃത്തുക്കളെ, ആ ഫോട്ടോ ഉണ്ടല്ലോ, അവൻ നഷ്ടപ്പെടുത്താതെ കൊണ്ടുവന്ന് നടന്നു. 2 കൊല്ലം അവനത് കയ്യിൽ പിടിച്ച് നടന്നെങ്കിലും ഒരു ദിവസം അത് മിസ്സായ അന്ന് മുതൽ അവൻ മാനസിക രോഗിയായി. ഒരനാഥ ബാലന്റെ പിതാവിനെ കാണാനുള്ള ആഗ്രഹത്തിന്റെ പരിഹാരം നിൽക്കാൻ, വാപ്പയില്ലാത്തതറിയാതെ ആ തലയിൽ കൈവയ്ക്കാൻ സുഹൃത്തുക്കളെ നമുക്കാർക്കും പറ്റി? അനാഥകളുടെ പെട്ടിയിൽ പണമിട്ടോ എന്നത് ചോദ്യമല്ല. അനാഥയെ ആദരിക്ക സുഹൃത്തുക്കളെ. രാജാക്കന്മാരെയും മന്ത്രിമാരെയും വാപ്പനിമ്മനെയൊക്കെ ആദരിക്കണമാതിരി ഒരു അനാഥ കുട്ടിയെ പരിഗണിച്ച് ആദരിക്കാൻ നമുക്ക് പറ്റുമെന്നാണ്. അനാഥകൾ ആദരിക്കുന്നതിനെ കുറിച്ച് അവശതകൾ മറ്റുള്ളവരോട് പറയാതെ തന്റെ വിഷമങ്ങൾ തന്നിലൊതുക്കി മാന്യതയുടെ വേഷത്തിൽ പുറത്തിറങ്ങി നടക്കുന്ന സുഹൃത്തുക്കളെ ദരിദ്രന്മാരിൽ അവരെ തേടി ആരെങ്കിലും അവരുടെ വീട്ടിലേക്ക് ചെന്നോന്നാണ്. അടുത്ത അയൽവാസി, എന്തിന് ബസ്സിൽ കയറി തൊട്ടടുത്തിരിക്കുന്നവൻ, അടുത്തിരിക്കുന്നവനോട് പോലും നമുക്കൊരു ബാധ്യതയും ബന്ധവുമുണ്ട്. ഒരു വഴിയാത്രക്കാരനോട്, നമ്മളിൽ വലങ്കൈ ഉടമപ്പെടുത്തപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ട അടിമകളോട്, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. ഈ ബന്ധങ്ങളൊന്നും ചേർക്കാത്ത ദുരഭിമാനികളിലെ സുഹൃത്തുക്കളെ, അഹങ്കാരികൾ എല്ലാം താൻ നേടി ഇതിൽ മറ്റൊരാൾക്കും അവകാശമില്ലെന്ന് ഗമയോടുകൂടെ ഭവിക്കുന്ന ആളുകൾ, അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് സുഹൃത്തുക്കളെ മാറാൻ നമുക്ക് പറ്റും. ഞാൻ പറഞ്ഞ് സ്വർഗത്തെയും നരകത്തെയും രണ്ടാമതൊരു ജീവിതത്തെയും ആത്മാർത്ഥമായി വിശ്വസിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ കുഞ്ഞു മനസ്സുപോലെ നമുക്ക് നിഷ്കളങ്കമാകാം. എല്ലാ ഗ്രൂപ്പുകൾക്കും കക്ഷിത്വങ്ങൾക്കും അപ്പുറം ഇസ്ലാമിന്റെ സത്യമായ അന്തസത്തയെ മനസ്സിലാക്കി സ്വർഗമെന്ന ഒരേ ലക്ഷ്യത്തിലേക്ക് സുഹൃത്തുക്കളെ, എന്തൊക്കെ ആ സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ എന്തൊക്കെ സഹായങ്ങൾ നമ്മുടെ അടുത്തുള്ളവർ നമുക്ക് നൽകുന്നുവോ അതൊക്കെ മനസ്സ് തുറന്ന് സ്വീകരിച്ച് ഒരൊറ്റ കൂട്ടായ്മയായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മനോഹരങ്ങളിൽ മനോഹരമായ ഒരു പള്ളിയാണ് സുഹൃത്തുക്കൾ. കണ്ടാൽ അതിന്റെ പരിസരം വിട്ടു പോകാൻ പറ്റാത്ത വിധം മനോഹരമാണ് ആ പള്ളി. ആ പള്ളിയുടെ പരിസരങ്ങളിൽ ജീവിക്കുന്നവരോട് പ്രത്യേകിച്ചും നാളത്തെ സുബ്ഹി ബാങ്ക് കേൾക്കുമ്പോൾ ആ പള്ളിയിലേക്ക് നടന്നുപോയി നമസ്കാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോഴുള്ള ആ നിർവൃതി മനസ്സിൽ ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ ഗൾഫിന്റെ മണ്ണിൽ ഒരു പള്ളി കാണുന്നത് പോലെ മനോഹരമാണ് ആ പള്ളി. ഈ ഒരു നല്ല മനസ്സും ഈ നല്ല പരിശ്രമവും നമുക്ക് വേണം സുഹൃത്തുക്കളെ. നമ്മൾ ചിലത് ഏറ്റെടുത്തിരിക്കണം, നിങ്ങളതിൽ സഹായിക്കും. എനിക്കതേ പറയാനുള്ളൂ. ഞങ്ങളെല്ലാം എല്ലാ വിമർശനങ്ങളും എല്ലാ കോലാഹലങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് ഞങ്ങൾക്കിഷ്ടം.
ഞങ്ങളെ തൽക്കാലം വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് സുഹൃത്തുക്കളെ നമ്മൾ പരിചയപ്പെടുത്തിയത് അഡ്രസ് ഉണ്ടാവാനല്ല, അതിലുപരി ഇസ്ലാമിനെ എല്ലാ മറകൾക്കും എല്ലാ തെറ്റിദ്ധാരണകൾക്കും അപ്പുറത്ത് നിന്ന് വിശാലമായി എല്ലാവരും കാണട്ടെ. 1 കോടിയിലധികം വീടുകളിൽ എത്തിക്കണം ഒരു ലഘുപുസ്തകം, ഒരു CD എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ 3 സോണുകളായി വേർതിരിച്ച് ഞങ്ങളുടെ സോണിൽ 60,000 വീടുകളിൽ, മുസ്ലിം അമുസ്ലിം വീടുകളിൽ സുഹൃത്തുക്കളെ 40,000-ലധികം വീടുകൾ നമ്മുടെ സുഹൃത്തുക്കൾ കയറി ഇറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 30-31കളിൽ ഒരു മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു ലഘുലേഖ ഞാനിരിക്കുന്ന എൻ്റെ ഓഫീസിലെ സ്റ്റാഫ് റൂമിന്റെ മേശയിലും ഒരു സുഹൃത്ത് വിയർത്തൊലിച്ചോടിക്കതച്ച് എത്തിച്ചിരിക്കുകയാണ്. നമുക്കും ഒരു കൈത്താങ്ങ് ഇതിനോടൊപ്പം നിൽക്കാം. ഒരു പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം, സമ്മേളനത്തിന്റെ മഹാപ്രവാഹങ്ങളിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി കോഴിക്കോട് സ്വപ്നനഗരിയിലും 14-ാം തീയതി 13-ാം തീയതി ആളുകളെ വിളിച്ചു ചേർക്കാണ്. അല്ല സുഹൃത്തുക്കളെ, ഖുർആൻ ലോകത്തിന്റെ ഗ്രന്ഥമാണ്. അതിനെ കേരളത്തിലെ മുഴുവൻ മലയാളികളും അതിനെക്കുറിച്ചൊന്ന് കേൾക്കുകയെങ്കിലും വേണം, ഒരു വരിയെങ്കിലും അവരതിനെക്കുറിച്ച് വായിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും സംഗമിക്കുമ്പോൾ ഖുർആനിനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കാൻ അന്ന് രാവിലെ 9 മണിക്ക് വന്ന് രാത്രി 9 മണി വരെ ഇരിക്കുന്ന ഒരു അമുസ്ലിം സുഹൃത്തിനും ഖുർആനിന്റെ വിജ്ഞാനങ്ങളിൽ നിന്ന് ചിലത് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ആസൂത്രിതമായ ഒരു പ്രോഗ്രാമാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ സാന്നിധ്യം കുടുംബസമേതം അവിടെ ഉണ്ടാകണം സുഹൃത്തുക്കളെ. ഖുർആനികമയമായ ഒരു ദിനം, അത് സന്തോഷത്തിന്റെ ദിനമായിരിക്കും. കാരണം ഷിഫാഉൽ ലിമാ ഫി സുദൂറാണ് ഖുർആൻ. ഹൃദയത്തിന് അത് സമാധാന ശാന്തി പകരും. ഒരു പക്ഷേ ഖുർആൻ എക്സ്പോകളിലൂടെ, ഖുർആൻ പ്രഭാഷണങ്ങളിലൂടെ, ഇത്തരം ഖുർആനിക സംഗമങ്ങളിലൂടെ ഒരു വലിയ ജനാവലി അവിടെ വരുമെന്നും അവർക്ക് ഖുർആനിന്റെ അത്ഭുതങ്ങളെയും ആശയങ്ങളെയും പകർന്നു നൽകാനാകുമെന്നാണ് ഈ എളിയ പ്രവർത്തകന്മാർ വിശ്വസിക്കുന്നത്. ഈ ഒരു പ്രസംഗത്തിന്റെ സമാപനത്തിൽ നിങ്ങളെയെല്ലാം ആത്മാർത്ഥമായി അവിടെ സാക്ഷികളാകാൻ ക്ഷണിക്കുകയാണ്. ഇത്തരം ഒരു നല്ല സന്ദർഭത്തിന് സുഹൃത്തുക്കളെ മനസ്സ് തുറന്ന് നിഷ്കളങ്കമായി വരാൻ മനസ്സു കാണിച്ച നിങ്ങളോടുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം നാളെ നമ്മുടെ ഏടുകൾ നമ്മുടെ കൈകളിൽ തരുമ്പോൾ സന്തോഷപൂർവ്വം അത് ഏറ്റുവാങ്ങാനും സ്വർഗത്തിന്റെ ആളുകളാകാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക്